ഇല്ലേ? ഉണ്ട്. അതെടുക്കുക. ഇന്ന് ഏതായിരിക്കും ചാപ്റ്റർ എന്നുള്ളതിനെ പറ്റി വല്ല പിടുത്തമുണ്ടോ മിസ്സേ? ആ. ഉണ്ടോ? വല്ല പിടുത്തമുണ്ടോ? മിസ്സിന് പിടുത്തമുണ്ട്. നിങ്ങൾക്ക് പിടുത്തമുണ്ടോ ഏതാ ചാപ്റ്റർ എന്നുള്ളത്? നല്ല ചാപ്റ്ററാ. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. ആ. ഓഹോ! ഹെറിഡിറ്റിയോ? പണ്ട് ഈ ചാപ്റ്ററിന്റെ പേര് ഹെറിഡിറ്റി എന്നായിരുന്നില്ല മക്കളെ. പണ്ട് ആ ചാപ്റ്ററിന്റെ പേര് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്നാ. ഇപ്പോഴും ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ തന്നെയാണോ? ആണെങ്കിൽ ടാറ്റ കാണിക്ക്. അല്ല, വെറും ഹെറിഡിറ്റി അല്ലേ? ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഇത് നമ്മളോട് പറഞ്ഞു നമുക്കിനി വേണ്ട. നമുക്കും വേണ്ടല്ലോ, ഒഴിവാക്കിയേക്കാം അല്ലേ? കളയങ്ങോട്ട് പോട്ടെ അല്ലേ? അപ്പൊ ഹെറിഡിറ്റി മാത്രം പഠിച്ചാൽ മതി. സോ ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ മനസ്സിലാക്കി പഠിച്ച് ഫിനിഷ് ആക്കാൻ പറ്റുന്ന ഒരു കലക്കൻ ചാപ്റ്ററാ. ഓക്കെ അല്ലേ? അപ്പോൾ തുടക്കം തൊട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ചാപ്റ്റർ സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ ഫ്രം ദി ബിഗിനിങ് നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് നല്ല തുടക്കം മുതൽ നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ എല്ലാം മനസ്സിലാകും. ആദ്യം മുതലേ ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ ഒന്നും കിട്ടില്ല. ഹാപ്പി ആയില്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ചാൽ എവറിത്തിങ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് തുടക്കത്തിലെ പാളിപ്പോയാൽ ഒന്നും കിട്ടാത്ത ചാപ്റ്ററാ. സ്കൂളിൽ ഇത് പഠിച്ചപ്പോൾ എളുപ്പമായിട്ട് തോന്നിയിരുന്ന ടാറ്റ കാണിക്കും. സിമ്പിൾ ആയിട്ട് തോന്നിയിരുന്ന ടാറ്റ കാണിച്ച്. എല്ലാവർക്കും സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടാറ്റ കാണിക്കും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയവർ എന്താണ് രണ്ടിലും ടാറ്റ കാണിക്കുന്നോ? ഒരേ ആളുകൾ തന്നെ രണ്ടിലും ടാറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എളുപ്പം കുറച്ച് ബുദ്ധിമുട്ട്. എനിവേ ഈ ചാപ്റ്റർ ബേസിക്കലി ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. നല്ല എളുപ്പമാണ്. തുടങ്ങാലോ. അപ്പോൾ നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാൻ എനിക്ക് അടിപൊളി ടാറ്റ കാണിച്ച് ബുക്കൊക്കെ എടുക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ആൻസർ ആയിട്ട് പറഞ്ഞു തരിക. സോ ഫുൾ സപ്പോർട്ടോട് കൂടി നിങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല വൃത്തിക്ക് ഇത് തീർക്കാൻ പറ്റത്തുള്ളൂ. 2 ക്ലാസ്സിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഓക്കെ. ഇന്ന് ഫുള്ള് ചാപ്റ്റർ എക്സാം അല്ല, ഇന്ന് ഫുൾ ചാപ്റ്റർ എക്സാം അല്ല. ഇന്നലെ ഈവനിങ്ങിൽ ഇട്ടിരുന്നില്ലേ ഞാൻ? പ്ലാസന്റ മുതൽ നമ്മുടെ ചാപ്റ്ററിന്റെ എൻഡ് വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ 10 മാർക്സിന്റെ എക്സാം തന്നെയാണ്. ഓക്കെ. ഫുൾ അല്ല കേട്ടോ, ഞാൻ ഇന്നലെ ഇട്ടിരുന്നത് അങ്ങനെയല്ലേ. ഫുൾ ചാപ്റ്റർ അല്ല, ഡോണ്ട് വറി. ഓക്കെ. ഫുൾ ചാപ്റ്റർ എക്സാം. നിങ്ങൾക്ക് റിവിഷൻ വരാൻ പോകുന്ന കാര്യം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിരുന്നെങ്കിൽ ടാറ്റ കാണിക്ക്. യെസ്, ബയോളജി ഒക്കെ 8 ദിവസമൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ റിവിഷനിൽ കേട്ടോ. അപ്പോൾ 8 ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ പഠിച്ചു തീർക്കേണ്ടതാ. നോക്കാം നമുക്ക് റിവിഷന്റെ സമയത്ത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ജയിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം 15 മാർക്സിന്റെ എക്സാം ആയിരിക്കും കേട്ടോ. വലിയ എക്സാം ആയിരിക്കും നടത്താൻ പോകുന്നത് അതൊക്കെ. അപ്പോൾ ഇപ്പൊ നമുക്ക് ഹെറിഡിറ്റിയിലേക്ക് പോവാം. സോ ഹിയർ ശ്രദ്ധിച്ചോളൂ. ആദ്യമേ നമുക്കൊന്ന് ഹെറിഡിറ്റി എന്നാന്ന് നോക്കാം. എന്താ ഹെറിഡിറ്റി എന്നുള്ള പിടുത്തമുണ്ടോ? എന്താ ഹെറിഡിറ്റി എന്ന് വല്ല പിടുത്തമുണ്ടോ? ഞാൻ പറഞ്ഞു തരാം സാർ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നേ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെറിഡിറ്റി? യെസ്, ഹെവൻ ആണോ? ഹെവൻ, നിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഹെവൻ ഹെറിഡിറ്റി? എടാ നീ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് മൊത്തം ചാപ്റ്ററിനെയാണ്. മൊത്തം ചാപ്റ്റർ എന്താന്നല്ല എന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെറിഡിറ്റി? കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. തരാം ഞാൻ. ഓക്കെ മിസ്. ശരി ശരി ശരി. അതിന് ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ മിസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ വേറൊരാളോട് ചോദിച്ചു നോക്കാം നമുക്ക്. യെസ് മിസ്. ആരാണ്? ആദിത്യ, നീ എന്നാ സ്ക്രീൻ തട്ടിപ്പൊട്ടിക്കുന്നേ? ടാറ്റ. ഇങ്ങനെ ടാറ്റ കാണിച്ച 2 മാസത്തേക്ക് ഉണ്ടാവും മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ കേട്ടോ. ഓക്കെ. ലാപ്ടോപ്പ് ആണോ? അപ്പൊ ക്യാമറ പോകും, സൂക്ഷിക്കണം. പറഞ്ഞോ. അതായത് നമ്മുടെ ഒരു ജനറേഷൻ മറ്റു ജനറേഷനിലേക്ക് ട്രേറ്റ്സും അതൊക്കെ നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് വരുന്നത്. ഇപ്പൊ കണ്ണില് കുറച്ചുപേരുടെ പാരന്റ്സിന്റെ അതേ കണ്ണാണ് എനിക്കെന്നൊക്കെ പറയണ. ഫോർ എക്സാമ്പിൾ നീ നല്ല സുന്ദരനാണ്, നിനക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് നിന്റെ അത്ര സൗന്ദര്യം പോകും, അങ്ങനെയാണോ? അത് പോവില്ലേ? യു മീൻ നിനക്ക് ലുക്കില്ല? അതെന്താ നാണോ? ഡോണ്ട് പറഞ്ഞത് കറക്റ്റ് ആടാ. അതായത് പാരന്റ്സിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാട്ടോ. ഓക്കെ, പറഞ്ഞു. മുമ്പത്തെ ചാപ്റ്ററിൽ മെൻസ്ട്രുവേഷൻ അത് ശരിക്കും പറഞ്ഞെന്തോ പീരിയഡ്സ്. അത് തന്നെ, അത് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ശ്രദ്ധിച്ചില്ലേ നീ അത്? അയ്യോടാ, ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എളുപ്പത്തിൽ പഠിക്കാന്ന് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? മിസ് ഓർക്കുന്നുണ്ടല്ലോ. മക്കളെ ബാക്കിയുള്ളവർ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ.
ഒരു ഫ്ലോ ചാർട്ട്. സ്പേം വന്ന് ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്താൽ സൈഗോട്ട് ആകും, ചെയ്തില്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഉണ്ടാവും. ഫ്ലോ ചാർട്ടായിട്ട് തന്നെ പഠിപ്പിച്ചേ. ഞാൻ മെൻസ്ട്രേഷൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ ഒന്ന് വാങ്ങി കാണാം, എന്നിട്ട് കറക്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കുക കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, ഡൗട്ട് വരുമ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. മക്കളെ അവൻ പറഞ്ഞു തന്ന പോലെ നോക്കിക്കേ. ഹെറിഡിറ്റി ഇസ് ദ പാസിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിങ്സ് ഓർ വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. കറക്റ്റ് അല്ലേ? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. എപ്പോഴെങ്കിലും നിങ്ങളുടെ പാരന്റ്സുമായിട്ട് എന്തൊക്കെയോ സിമിലാരിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് നല്ല ഹെയറിന് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് പെൺകുട്ടികളോട് പറയാം അമ്മയുടെ മുടിയാ അല്ലേ. ഇത് ചിലപ്പോൾ മുടിക്ക് ലെങ്ത് കുറഞ്ഞ അമ്മമാരാണെങ്കിലോ അവിടെ എന്താവും? കുട്ടികൾക്ക് ചിലപ്പോൾ ലെങ്ത് കൂടാം, ഹെയറിന്റെ ലെങ്ത് കുറയാം. അപ്പോൾ പാരന്റ്സിൽ നിന്ന് ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു നെയിം അല്ലേ ട്രെയ്റ്റ്സ്? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ക്യാരക്ടേഴ്സ് എന്നുള്ള അതേ സെയിം ടേം തന്നെയാണ് ട്രെയ്റ്റും കേട്ടോ. ട്രെയ്റ്റും ക്യാരക്ടറും സെയിം ആണ്. ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ്. മക്കളെ, ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ യങ് വൺസ് അല്ലെങ്കിൽ കുട്ടികളാണ് എന്നറിയാവുന്നവരൊന്ന് വേവ് ചെയ്യുക. അവർ പാരന്റ്സിനുണ്ടാകുന്ന കുട്ടികൾ, അവരെയാണ് നമ്മൾ യങ് വൺസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പാരന്റ്സിൽ നിന്ന് യങ് വൺസിലേക്ക് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഹെറിഡിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിക്ക്. പാരന്റ്സിൽ നിന്ന് കുട്ടികളിലേക്ക് എന്ന് പറയുമ്പോൾ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്കാണ് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈമാറി കൊടുക്കുന്നത്. കത്തിയെങ്കിൽ ടാറ്റ കാണിച്ച്. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ടു നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ പാരൻസ് ടു നിങ്ങളിലേക്ക്, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളിലേക്ക്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിക്കാം. ആരുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വെക്കുന്നത് അത് തന്നെ. ഓക്കെ, ഹെറിഡിറ്റിയുടെ എക്സാക്ട് മീനിങ് പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യം അത് നിങ്ങളുടെ അടുത്തേക്കും. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛന്മാർ പറയും അതെങ്ങനെയാ അമ്മയുടെ അതേ സ്വഭാവമേ കാണിക്കുള്ളൂ. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുള്ള പെൺകുട്ടികളൊന്ന് ടാറ്റ കാണിച്ച്. അമ്മമാർ നേരെ തിരിച്ചും പറയും അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. അത് കേട്ടിട്ടുള്ളൊരു ടാറ്റ കാണിക്ക്. പൊതുവെ എല്ലാ വീടുകളിലും കേൾക്കുന്നതാണ്. അപ്പോ ഇങ്ങനെ ഈ സ്വഭാവം അങ്ങനെയല്ല, എല്ലാ സ്വഭാവങ്ങളും അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് ചില കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മുടെ പാരന്റ്സിന്റെ കണ്ണ് അതുപോലെ തന്നെ നമ്മളുടെ കണ്ണുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ നോസ് പാരന്റ്സിന്റെ പോലെ ഉണ്ടാവാം. അങ്ങനെ പല ക്യാരക്ടേഴ്സാ. എന്ത് ക്യാരക്ടേഴ്സ് കൈമാറ്റം ചെയ്താലും അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഹെറിഡിറ്റി എന്ന് വിളിക്കുക. ഇനി പാരന്റ്സുമായിട്ട് അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്ന് അങ്ങോട്ട് ക്യാരക്ടർ കൊടുക്കുന്നത് ഹെറിഡിറ്റിയാ. വാട്ട് ഈസ് വേരിയേഷൻ? വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു മീനിങ് ഞാൻ ഇവിടെ ഡിഫറൻസ് എന്ന് കൊടുത്താൽ നിങ്ങൾ ഓക്കെ പറയുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ഡിഫറൻസ് എന്ന് ഞാൻ പറയുമെന്ന് കരുതുക. ജസ്റ്റ് ഇമാജിൻ ഓക്കെ ആണെന്നുള്ളൊരു മാത്രം ഡാറ്റ കാണിച്ചോ. വേരിയേഷൻ മീൻസ് ഡിഫറൻസ്. അയ്യോ, ഡാറ്റ കാണിക്കാതിരിക്കല്ലേ, ഡാറ്റ കാണിച്ചോ. ഒരാംഗിളിൽ നോക്കുമ്പോൾ ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മിസ് ഒരാളെ വേഗം വിളിച്ചേ. ആരാ? ഏഞ്ചൽ ആണോ? ഏഞ്ചലെ, ഇതാ വേരിയേഷൻ എന്താണെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. The difference in the characteristics among the individuals of the species are called variation. Of course, correct, very good. മ്യൂട്ട് ചെയ്തോ കേട്ടോ. മക്കളെ, പാരൻസിൽ നിന്ന് നിങ്ങളിലേക്ക്, മക്കളിലേക്ക്, കുട്ടികളിലേക്ക് ക്യാരക്ടേഴ്സ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സാക്റ്റ് നിങ്ങളുടെ പാരൻറ്റിൻ്റെ അതേ കോപ്പിയാണോ നിങ്ങൾ? ആണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ഡാറ്റ കാണിച്ച്. നിങ്ങളുടെ ഫാദറും മദറിനെ പോലെ അതേപോലെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ മാറിപ്പോകത്തില്ലേ? ഫാദറും മദറും നമ്മളൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുപോലെ എക്സാക്ട് കോപ്പീസ് വരില്ല. ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്ന കുട്ടികൾ ആ ഒരു സ്പീഷീസിനകത്ത് തന്നെ, ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ തന്നെ പാരൻസും കുട്ടികളും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരത്തില്ലേ? വരുമെങ്കിൽ ഡാറ്റ കാണിച്ചു. ഇപ്പം നമുക്കൊക്കെ ഉണ്ട് നമ്മളുടെ പാരൻസിൻ്റെ എക്സാക്ട് അതേ കോപ്പിയൊന്നും അല്ല നമ്മൾ. ചെറിയ ഡിഫറൻസ് ഉണ്ട് പാരൻസിൽ നിന്ന്. ആ ഡിഫറൻസിനെയാണ് ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ ട്രെയ്റ്റ്സിലുള്ള പാരൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേരിയേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ട്രെയ്റ്റ്, നമ്മുടെ വേരിയേഷനും ഹെറിഡിറ്റിയും കറക്റ്റ് നോട്ട് ചെയ്തു കിട്ടിയവരൊന്ന് ഡാറ്റ കാണിച്ച്. ഹെറിഡിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറിങ് ദ ക്യാരക്ടർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ, ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ്, ഇൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പാരൻസും യങ് വൺസ് ഓഫ്സ്പ്രിങ്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയേഷൻ എന്ന് പറയുക. ആൻഡ് ഇവിടെ നോക്ക്, ഇവിടെ ഒരു കാര്യം പറയും നോക്ക്. ലിവിംഗ് ബീയിങ്സ് ഷോ വേരിയേഷൻസ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ദിയർ ക്യാരക്ടേഴ്സ്. ജെനറ്റിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഇതൊന്ന് ബ്രാക്കറ്റിലിട്ട് മാർക്ക് ചെയ്ത് വെച്ചേ. ജെനറ്റിക്സ് കേട്ടോ. ഇത് മാത്രം. ജെനറ്റിക്സിന്റെ ഡെഫിനേഷൻ അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ബുക്കിലുണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാം കൂടെ നമ്മൾ ബുക്കിനകത്ത് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ബുക്കിനകത്ത് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് എടുത്തോളാം. ഓക്കെ ആണെങ്കിൽ തംസട്ടെ. ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്. സാർ, ബാഹുബലിയിൽ
ഡാഡ് ആൻഡ് സൺ ലുക്സ് ദ സെയിം. അതൊക്കെ മൂവിയാണ്. ഓക്കെ, അത് സ്ക്രിപ്റ്റും സ്റ്റോറിയും മൂവിയുമാണ്. അതിനകത്തൊക്കെ അങ്ങനെ നടക്കും കേട്ടോ. പ്രഭാസിന്റെ അച്ഛൻ പ്രഭാസിന്റെ പോലെ തന്നെ ഇരിക്കുന്നല്ല ഉദ്ദേശിച്ചത്. അത് രണ്ടും ഒരാൾ ചെയ്തിരിക്കുന്നതാണ്. എടാ സിനിമ എന്ന് പറഞ്ഞ ഒരു ആരാണ് മെസ്സേജ് അയച്ചത്? ബാഹുബലി ശ്രാവണായിരുന്നല്ലേ? ശ്രാവണേ അയ്യോ ഒരു 2 ശ്രാവണിൽ ഒരു ശ്രാവണാണ്. മറ്റേ ശ്രാവൺ ഞാനൊന്നും അയച്ചിട്ടില്ല. ഇങ്ങനെ സ്ക്രീനിൽ ഞാനൊന്നും അയച്ചിട്ട് സാർ എന്തി പറയുന്നേ? നീ അല്ല മറ്റവൻ അതുപോലെ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ വേരിയേഷന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മക്കളെ. അതായത് അവിടെ നോക്കാം, ലിവിംഗ് ബീങ് ഷോ വേരിയേഷൻസ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ദിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ, നിങ്ങള്, അനിമൽസ്, അങ്ങനെയുള്ള മുഴുവൻ ലിവിങ് ഓർഗാനിസംസിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരുപോലെയാണോ വേരിയേഷൻസ് കാണിക്കുക? അല്ലല്ലോ. ക്യാറ്റിൽ തന്നെ അവരുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ ആ ഒരു ഹെയറിന്റെ കളറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ഒക്കെ ഇല്ല ബോഡിയിലെ, അത് ഡിഫറെന്റ് ആയിരിക്കും. അവർ തമ്മിൽ ഒരു വേരിയേഷൻ ഉണ്ട്. ഹ്യൂമൻ ബീങ്സിൽ തന്നെ വേരിയേഷൻ ഉണ്ട്. ഹെയർ ലെങ്ത്, സ്കിന്നിന്റെ ടോണ്, അതുപോലെ തന്നെ എന്താ പറയുക വെയിറ്റ്, ഹൈറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെ വെച്ചിട്ട് എന്തുണ്ട് വേരിയേഷൻസ് വരാറുണ്ട്. ശരിയാണെങ്കിൽ ഡാറ്റ കാണിച്ച് ഈ വേരിയേഷനെയും നമ്മൾ പറഞ്ഞ എന്തിനെയാണ് ഹെറിഡിറ്റിയെയും പറ്റിയിട്ട് നമ്മുടെ ബയോളജിയിൽ പഠിക്കുന്ന നമ്മൾ അതിനെ പറ്റിയിട്ട് മാത്രം സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ജെനറ്റിക്സ്. ജെനറ്റിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജെനറ്റിക് എഞ്ചിനീയറിംഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പഠിക്കാം കേട്ടോ. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഒന്നും ജെനറ്റിക് എഞ്ചിനീയറിംഗ് എടുത്ത് പോകണ്ട മക്കളെ. നമ്മൾ മൂക്കും കൊണ്ടിട്ട് ഒക്കെ വരയ്ക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ചാൾ ട്രൈ ചെയ്ത് നോക്കിയത്. അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോൾ ഞാൻ ഇട്ടിട്ട് പോകുന്നു. മീൻസ് എടുക്കാൻ പോയില്ല. മനസ്സിലായപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു. അത് ജെനറ്റിക്സ് എന്നാന്ന് മനസ്സിലാക്കി ഡാറ്റ കാണിച്ച് ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. നമ്മുടെ ബയോളജിയിലുള്ള ഒരു ബ്രാഞ്ചാണ് നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഹെറിഡിറ്റിയെ പറ്റിയിട്ടും എവല്യൂഷനെ പറ്റിയിട്ടും ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിക്കും. ഇവിടെ എവല്യൂഷൻ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് വേരിയേഷനെ പറ്റി പറയാം കേട്ടോ. എവല്യൂഷനെ പറ്റി മാത്രമല്ല, ഹെറിഡിറ്റിയെയും വേരിയേഷനെയും എവല്യൂഷനെയും എല്ലാം പറ്റിയിട്ട് എന്തിന് പറയുന്നുണ്ട്, ജെനറ്റിക്സിനകത്ത് പറയുന്നുണ്ട്. ഇത് അപ്പം നിങ്ങൾക്ക് തോന്നും സാർ ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനുണ്ടല്ലോ നിങ്ങൾ 1 വയസ്സായിരുന്ന ടൈമിൽ നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചല്ലേ നമ്മുടെ പാരൻസ് നടത്തിക്കൊണ്ടിരുന്നേച്ച് ആണെങ്കിൽ ഡാറ്റ കാണിച്ച് വീണ് പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഞാൻ കൈ പിടിച്ച് നടത്തുന്ന ആദ്യത്തെ സ്റ്റെപ്പുകളാണിത്. ഈ കൈ പിടിച്ച് നടത്തുന്ന ആദ്യത്തെ സ്റ്റെപ്പുകൾ മര്യാദയ്ക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ നടക്കുമ്പോൾ എന്താണ് ഇടിഞ്ഞു മറിഞ്ഞ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. കേട്ടല്ലോ? ഓക്കെ, സോ പിച്ച വെച്ച് തുടങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സാവധാനം തുടങ്ങിക്കോളൂ കേട്ടോ. ഈ ബേസിക് വാക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. ഇനി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടേംസേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ ആണെങ്കിൽ അകത്ത് ചെല്ലുമ്പോൾ വേരിയേഷൻ, ദാറ്റ് ഇസ് എ വേരിയേഷൻ എന്ന് പറയും. പിന്നെ അവിടെ വേരിയേഷൻ എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ വേരിയേഷൻ എന്താണെന്ന് എക്സ്പ്ലനേഷൻ ഇല്ല. മനസ്സിലായോ? ടേംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഒരു ഓർഗാനിസം ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ തന്നെ എടുക്കാം. നമ്മുടെ കേസിൽ എന്തിനാണ് പാരൻസിൽ നിന്ന് നമ്മളിൽ വേരിയേഷൻ വരുന്നത്? എന്തിനായിരിക്കും? എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ മക്കൾ, ഉണ്ടാവില്ലേ? പാരൻസിൽ നിന്ന് വേരിയേഷൻ നടക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഇമ്പോർട്ടൻസ് എന്നല്ല, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പാരൻസിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ പാരൻസിന്റെ പോലെ അല്ലാതെ അവരിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നോക്ക്, ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ മിസ്സേ ഒരാളെ വിളിച്ചേ. അഭിനവേ ഫസ്റ്റ് എന്താണ്? അഭിനവേ ഗുഡ് ഈവനിങ്. ഓ സുഖല്ലേ നിനക്ക്? അതെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് വായിച്ചോളൂ. The great advantages of variation to a species is that it increases the chances of its survival in a changing environment. Okay, set. Very good. മക്കളെ ഇതാ ഈ സാധനം മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ചാൻസ് ഓഫ് ഇറ്റ് സർവൈവൽ ഇൻ എ ചേഞ്ചിങ് എൻവയോൺമെന്റ്. അതായത് എല്ലാ ഓർഗാനിസംസും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ, എല്ലാ ഓർഗാനിസംസും ഒരുപോലെ ഇരിക്കുകയെന്ന് കരുതുക. എല്ലാ ഹ്യൂമൻ, ഇപ്പൊ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെ ഇരിക്കുക. എങ്ങനെ തിരിച്ചറിയാം നമ്മളല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചെറിയ ഞാൻ, വലിയ ഞാൻ, പ്രായമായ ഞാൻ, നമ്മളൊക്കെ ഒരുപോലെ ഇരിക്കുകയെന്ന് കരുതുക. പെട്ടെന്നൊരു ഒരു പ്രശ്നം എന്തെങ്കിലും വരുവാണ്, നേച്ചറിനകത്തൊരു ചേഞ്ച് വരിക, നമ്മുടെ ഇപ്പോൾ ലൈക്ക് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എന്താണ്, ഒരു ചേഞ്ച് വരണം. വേണ്ടേ? ചേഞ്ച് വരണ്ടേ? ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഡെഡായി പോയാൽ എല്ലാവരും അങ്ങോട്ട് പോകും. പക്ഷേ
വേരിയേഷൻ ഉള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിക്കുക. എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ പോകും, എല്ലാം കൂടെ അങ്ങോട്ട് പോകും. പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് അവർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടല്ലേ ചെയ്യുക? ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. ആണല്ലോ. ബേസിക് ആണ്. നമുക്ക് എവല്യൂഷൻ, ഇത് എവല്യൂഷന്റെ ഒരു ബേസിക് പോലെ തന്നെ വരും കേട്ടോ. പക്ഷേ എക്സാക്ട് എവല്യൂഷൻ അല്ല ഈ വരുന്നത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക, എന്നിട്ട് അത് പറഞ്ഞൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചോളാം. ഓക്കെ, ഇവിടെ നോക്ക്. വേരിയേഷൻസ് ഹെൽപ്സ് ഇൻ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്പീഷീസ്. ഇത് എവല്യൂഷൻ എന്നൊരു വേർഡ് കണ്ടത് കൊണ്ട് ഇത് എവല്യൂഷൻ ആണെന്ന് കരുതരുത്. വേരിയേഷൻസ്, ഇപ്പൊ എനിക്ക് വേരിയേഷൻ വന്നു എന്നാൽ മാത്രമാണ് ഇപ്പൊ ചിലപ്പോൾ ഒരു 2000 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആയിരിക്കില്ല നമ്മുടെ എർത്തിൽ ഉണ്ടാവുക. മനസ്സിലായോ? ഹ്യൂമൻ ബീങ്സിൽ നിന്ന് എവല്യൂഷൻ സംഭവിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാകാം. മനസ്സിലായോ? മനസ്സിലായി ഡാറ്റ കാണിച്ച് എന്തെങ്കിലും സംഭവിക്കാം. സോ എവല്യൂഷൻ നടന്ന് പുതിയൊരു സ്പീഷീസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോന്നി, ഹ്യൂമൻ എവല്യൂഷനിൽ കേട്ടിട്ടുണ്ടോ? ആർഡിപിത്തക്കസ്, ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാലൻസിസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് ഇപ്പൊ കറന്റ് നിൽക്കുന്നവരാണ് നമ്മൾ ഹോമോസാപ്പിയൻസ്. ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മളാണ് ലാസ്റ്റ് മെമ്പർ. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളിൽ വേരിയേഷൻ വന്നാൽ വേറെ എന്തെങ്കിലും ഓർഗാനിസം ആയിട്ട് മാറാം. മനസ്സിലായെങ്കിൽ തമ്പിട്ടടാ. മനസ്സിലായോ? ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടെങ്കിലാണ് ഒരു പുതിയ സ്പീഷീസ് ഇവോൾവ് ചെയ്ത് വരത്തുള്ളൂ. ഓക്കെ, അത് മറക്കണ്ട. ആൻഡ് ദേ ഫോം ബേസിസ് ഓഫ് ഹെറിഡിറ്റി. ന്യൂ ക്യാരക്ടേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓർഗാനിസം ബൈ വേരിയേഷൻ. മക്കളെ, നിങ്ങളുടെ പാരൻസ് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുക എന്ന് കരുതുക. സെയിം, അവർക്ക് രണ്ടുപേർക്കും ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാകുന്നു, ഉണ്ടായ നിങ്ങളും എക്സാക്ട് പാരന്റിന്റെ പോലെ ഇരിക്കുക. എന്തെങ്കിലും മാറ്റം ആ പാരന്റിൽ നിന്ന് കുട്ടിയിലുണ്ടാവും മക്കളെ? ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പാരന്റ്സിൽ നിന്ന് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ ക്യാരക്ടറുകൾ ഓർഗാനിസംസിൽ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണെങ്കിൽ തംസിട്ടെ. പുതിയ ക്യാരക്ടേഴ്സ് ഓർഗാനിസംസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പാരന്റ്സിൽ നിന്ന് എങ്ങനെയായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ വേണ്ടതാണ്. കേട്ടല്ലോ? ട്രെയ്റ്റ് മുതലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. തിയററ്റിക്കലി എഴുതി പഠിക്കേണ്ടതല്ല, ടേം ബൈ ടേം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ട്രെയ്റ്റ് എന്താണ് സർ? നോക്കി, മിസ് വിളിച്ച ഒരാളെ വേഗം വിളിച്ചേ. ജുവാനാണോ? ജുവാന, എന്താണ് ജുവാനയുടെ അഭിപ്രായത്തിൽ ട്രെയ്റ്റിനെ പറ്റി എന്ന് പറയുന്നത്? വായിച്ചേടാ വേഗം. Traits are the characters that are transmitting from parents to the offspring. ഓഫ് കോഴ്സ്, പാരന്റ്സിൽ നിന്ന് ഓസ്പ്രിങ്സ് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് ട്രെയ്റ്റ്സ് എന്ന് പറയാ. സിമ്പിൾ അല്ലേ? ആണെങ്കിൽ എന്റെ മക്കളൊന്ന് ഡാറ്റ കാണിച്ച്. ആണല്ലോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യമാണ്. പാരന്റ്സിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഓസ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ട്രെയ്റ്റ്സ്. ഇതേടാ, ട്രെയ്റ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. നമുക്ക് 2 ടൈപ്സ് ഉണ്ട് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ദാ ഇവിടെ നോക്കിക്കേ, ഏതൊക്കെയാണ് 2 ടൈപ്പ് ട്രെയ്റ്റ്സ്? ഏതൊക്കെയാണ് മിസ്? അടുത്താൽ വിളിച്ചേ. ഗൗതം, ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് ട്രെയ്റ്റ്സ്? ഇൻഹെറിറ്റഡും അക്വയർഡും. നിനക്ക് ഈ ഇൻഹെറിറ്റഡിനെ അക്വയർഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പാരന്റ്സ് ഇത് കിട്ടുന്നത്. ഓക്കെ, അക്വയർഡോ? ബോഡിയിൽ തന്നെ ഉള്ളതല്ല. ആഫ്റ്റർ ദി ബർത്ത്, നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ലൈഫ് ടൈമില്ല, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമില്ലേ, നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് അക്വയർഡ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിംഗിങ്, ഡാൻസിങ്. നമ്മൾ ആരെങ്കിലും ജനിച്ച് വീഴുമ്പോൾ തന്നെ പാട്ടും പാടിക്കൊണ്ടാണോ ഇറങ്ങി വരുന്നത്? യേശുദാസ് പണ്ട് ജനിച്ചപ്പോൾ യേശുദാസ് കർണാട്ടിക്കും പാടിക്കൊണ്ടാണോ വന്നത്? അല്ലല്ലോ. ജനിച്ചതിന് ശേഷം അവർ അക്വയർ ചെയ്തെടുക്കുന്ന ട്രെയ്റ്റ്സ് ആണ് എന്ത്? നമ്മുടെ അക്വയർഡ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിൽ നിന്ന് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നത് അതാണ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ തമ്മിൽ ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിച്ചു തരാവേ. ഇത് തമ്മിലൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പാരിസൺ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഒരു കൊച്ചു കമ്പാരിസൺ സാർ ഇവിടെ കാണിച്ചു തരാം. മിസ് ഒരാളെ വിളിച്ചോട്ടെ. അതെ, അക്വയർഡ് ട്രെയ്റ്റ് ആദ്യം നമുക്ക് നോക്കാം. അക്വയർഡ് ട്രെയ്റ്റ് ആരാണ് മിസ്? അത് ശ്രാവൺ. എടാ വായിക്കടാ, എടാ ഇത് വായിച്ചേ. ഫസ്റ്റ് പോയിന്റ്. Acquired traits. These traits are neither inherited nor transmitted to next generation. These traits are acquired after birth. അതായത് ബർത്തിന് ശേഷം അല്ലെ, ബർത്തിന് ശേഷം വരുന്നത് നീദർ ഇൻഹെറിറ്റഡ് നോ ട്രാൻസ്മിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ആളിൽ പാരന്റ്സിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തുമില്ല. മനസ്സിലായോ? മനസ്സിലായി ഡാറ്റ കാണിച്ചേ.
പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തും കൊടുക്കത്തില്ല, ഒരു ജനറേഷനും ടു അടുത്ത ജനറേഷൻ അത് പോകത്തുമില്ല. കത്തിയെങ്കിൽ ടാറ്റ കാണിച്ച് ഒരാൾ ജനിച്ചു കഴിഞ്ഞിട്ട് ആ ലൈഫ് ടൈമിൽ അയാൾ അക്വയർ ചെയ്യുന്ന കണ്ട് ആഫ്റ്റർ ബർത്ത് അവർ അക്വയർ ചെയ്തെടുക്കുന്ന ഓർഗാനിസംസ് അക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ, പിയേഴ്സിംഗ് ഓഫ് ഇയർ. പിയേഴ്സിംഗ് ചെയ്തിരിക്കുന്നവർ ടാറ്റ കാണിക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഗേൾസ് എല്ലാവരും ജനിച്ച് വീണപ്പോൾ തന്നെ ചെവിയിൽ ഓട്ട ഉണ്ടാക്കി കമ്മലിട്ടിട്ടാണോ വന്നത്? ഇയറിങ്സ് ഇട്ടിട്ടാണോ അവർ വന്നത്? അല്ലല്ലോ, അത് ആ ടൈമിൽ അക്വയർ ചെയ്തെടുത്ത കാര്യമാണ്. അതുപോലെ നോക്ക്, ലേണിംഗ് ഡാൻസ്, ലോസ് ഓഫ് ബോഡി വെയിറ്റ്, നമ്മുടെ ബോഡി വെയിറ്റ്, അതൊക്കെ എൻ്റെ കേസിൽ പറയാൻ പോകും. ഞാൻ ബോഡി വെയിറ്റ് കുറച്ചു, അത് ഞാൻ അക്വയർ ചെയ്തെടുത്തൊരു ക്യാരക്ടറാണ്. എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ക്യാരക്ടർ ഞാൻ അക്വയർ ചെയ്തെടുത്തു. അതുപോലെ ഡാൻസിങ്, സിംഗിങ്, ഇതൊക്കെ എന്താണ് അക്വയർഡ് ആയിട്ടുള്ള ട്രൈറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് തംസ് കാണിച്ച്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് മക്കളെ? ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ് സെയിം ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ്. മിസ് ഒരാളെ വിളിച്ച വേഗം. ആരാ? പ്രണവേ. പ്രണയല്ലേ, ഇത് പരിണയല്ലേ? പരിണയ, നിന്റെ പേര് മാറ്റി മിസ്. ആദ്യം പ്രണവ്, പിന്നെ പ്രണയ്. എന്തായാലും പ്രണയും പരിണയും തമ്മിൽ ചെറിയ കണക്ഷൻ ഒക്കെ ഉണ്ട്. പ്രണയ് കഴിഞ്ഞിട്ടാണല്ലോ പരിണയ് അല്ലേ? ശരിയല്ലേ? എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. ഓക്കെ, പരിണയ് വായിച്ചാടോ, മിസ്സിന്റെ കയ്യിൽ നിന്ന് പോയി. അതാ ഓക്കെ. യെസ്, വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ കേട്ടോ മക്കളെ. പാരൻസിൻ്റെ ബോഡിയിൽ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യാണ്? ഒരു പാരൻറ്റിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പാരൻസ് ടു ഓസ്പ്രിങ്ങും ഇൻഹെറിറ്റ് ചെയ്യാനും പറ്റുന്ന ട്രേറ്റ്സ്, ക്യാരക്ടേഴ്സിനെയാണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറയുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസിട്ടെ. പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇൻഹെറിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന, ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ നോക്കിക്കോളൂ, ഐ കളർ കണ്ടോ, അല്ലെങ്കിൽ ഹെയർ കളർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇയർ ലോബ്, ചെവി. പാരൻസിന്റെ പോലെ ചെവി ഉള്ളവരൊന്ന് ഡാറ്റ കാണിച്ച്. പാരൻസിന്റെ പോലെ ചെവിയുടെ ഇയർ ലോബ് വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെയറിന്റെ കളറ്, ഉള്ളിൽ ഐയുടെ കളർ, ബ്ലൂ കളർ ഐസ് കണ്ടിട്ടുണ്ടോ? അതുപോലെ ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പല പല കളേഴ്സ് ഉണ്ട്. ഇത് പാരൻസിൽ നിന്ന്. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾക്കിപ്പോൾ ഇൻഹെറിറ്റഡും അക്വയർഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തേ. ഓക്കെ അല്ലേ? ഇൻഹെറിറ്റഡ് പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്സിലേക്കും ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷനും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇൻഹെറിറ്റഡ് ക്യാരക്ടേഴ്സ്. അക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ചതിന് ശേഷം ആഫ്റ്റർ ബർത്ത് ഒരു ഓർഗാനിസം അക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് അക്വയർഡ് ട്രേറ്റ്സ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഒരു അടിപൊളി ടാറ്റ കാണിച്ച്. ഒരു കിടിലൻ ടാറ്റ കാണിക്കൂ. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്, ബേസിക്സ് ആണ്. ഇനിയും നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്നറിയാമോ? റൂൾസ് ഫോർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ട്രേറ്റ്സ്. അതായത് ഒരു പാരന്റിൽ നിന്ന് ഓസ്പ്രിങ് കുട്ടിയിലേക്ക് ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് അത് കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? കുറച്ച് റൂൾസ് ഫോളോ ചെയ്തായിരിക്കണം ഈ ക്യാരക്ടർ പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്സിലേക്ക് പോകേണ്ടത്. നിങ്ങൾ ആ റൂൾസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ ഡാറ്റ കാണിക്ക് നോക്കട്ടെ. ആരും കേട്ടിട്ടില്ലേ? ചാപ്റ്റർ സ്കൂളിൽ തീർന്നെന്ന് പറഞ്ഞു. അപ്പോ വിളിച്ച് മിസ് അവനെ വിളിച്ചേ. ധൻ, പറയടാ റൂൾസ് പറഞ്ഞ. എന്താ റൂൾ? ഇവിടെ ഉണ്ട്, വായിച്ചോ. Inheritance of a trait is related to the fact that both father and mother contribute equally towards the genetic makeup for their offspring. ഇതാണ് റൂള്. അതായത് നമുക്കറിയാം, ഒരു കുട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാ, ഫാദറും മദറും വേണമെന്നുണ്ടെങ്കിൽ തംസ് കാണിച്ച്. ഫാദറും വേണം, മദറും വേണം. അപ്പോൾ ഒരു ഓസ്പ്രിങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഓസ്പ്രിങ്ങിൻ്റെ ഫോർമേഷനിലേക്ക് ഫാദറും മദറും ഈക്വലി 50% ഈക്വൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. കത്തിയവർക്ക് ഡാറ്റ കാണിക്കാം കേട്ടോ. അപ്പോൾ ക്യാരക്ടർ പാരൻസിൽ നിന്ന് ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഫാദറിന്റെ 80%ഉം മദറിന്റെ 20%ഉം അങ്ങനെയാണോ വരേണ്ടത്? അല്ല കേട്ടോ. ഫാദറിനും മദറിനും 50-50 ഈക്വൽ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ഒരു ഓസ്പ്രിങ്ങിന്റെ ഫോർമേഷനിൽ പാരൻസിൽ ഉണ്ടായിരിക്കണം. കിട്ടിയെങ്കിൽ ഡാറ്റ കാണിച്ചോ. അതിപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ പാരൻസ് പറയുകയാണ്, ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, ഫാദർ ഇപ്പോൾ മദറിനോട് പറയാം, ഞാൻ 50% കോൺട്രിബ്യൂട്ട് ചെയ്യും, നീ കറക്റ്റ് 50% കോൺട്രിബ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്? അല്ലല്ലോ.
അത് നാച്ചുറലി അങ്ങനെ തന്നെയാണ് നടക്കുക. ഓക്കെ, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ്. 50-50 ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം പാരന്റ്സിൽ നിന്ന് ഈ പറയുന്ന ഓഫ്സ്പ്രിങ്സിലേക്ക്. റൂള് കറക്റ്റ് കിട്ടിയെങ്കിൽ ടാറ്റ കാണിച്ചോട്ടോ. റൂളാണ്, അതൊരു റൂളാണ്. ബോത്ത് പാരന്റ്സ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഈക്വൽ കോൺട്രിബ്യൂഷൻ 50-50% എന്ത് ചെയ്തിട്ടുണ്ടാവണം, കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പുതിയൊരു ഓഫ്സ്പ്രിങ്ങിന്റെ ഫോർമേഷനിൽ. ഓക്കെ, ഇനി സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് യൂസ്ഡ് ഇൻ ഹെറിഡിറ്റി. ഈ ഹെറിഡിറ്റിയുടെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറേ ടേംസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. കുറേ ടേംസ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ ടേംസ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇതെന്താ എന്ന് നോക്കിയിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ കേട്ടവരും പഠിച്ചവരും ഒക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പറയുമ്പോൾ എന്താണ്, ഒരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന, പുതിയതായിട്ട് പഠിക്കുന്ന ഒരു സിംപ്ലിസിറ്റിയിൽ ഇരുന്ന് പഠിച്ചോളൂ. ഓക്കെ, ക്രോമസോം എന്നാന്ന് കേട്ടിരിക്കുന്ന മക്കളൊന്ന് ടാറ്റ കാണിച്ചു. 9th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കണം. നമ്മൾ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോമസോം ഉണ്ട് ഇവിടെ, ജീൻ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ ഉണ്ട് ഇവിടെ. ഓക്കെ, 3 കാര്യങ്ങൾ ഈ പേജിലുണ്ട്. സോ മിസ് നമുക്ക് ക്രോമസോം ഒരാൾക്ക് കൊടുക്കാലോ. ആരാ? ദേവദത്താണോ? ദേവദത്തെ, ക്രോമസോം ഒന്ന് വായിക്കാമോ ദേവദത്തെ? Along thread-like structure in the nucleus. It appears during cell division and carries genes. ഓക്കെ, സെറ്റ്, വെരി ഗുഡ് മക്കളെ. എ ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് ഇതുപോലെ ഒരു ലോങ് ത്രെഡ് പോലെ ആയിരുന്നോ അന്ന് നമ്മൾ പഠിച്ചപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ ക്രോമസോമിനെ കണ്ടിരുന്നത്? ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ന്യൂക്ലിയസിനകത്ത് എന്താണ്, ത്രെഡ് പോലെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയും സാർ ഞങ്ങൾ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്ന ത്രെഡ് പോലെ അല്ലല്ലോ ക്രോമസോമിനെ കണ്ടേ, അതല്ലേ പറയാൻ വരുന്നേ അല്ലേ? ഈ ത്രെഡ് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ സാർ വരച്ച് കാണിക്കാം. ഈ ത്രെഡ് പോലെ തന്നെയാണ് ക്രോമാറ്റിൻ ഇരിക്കുന്നത്, ക്രോമസോം ഇരിക്കുന്നത്. ഇത് കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇതുപോലെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇതുപോലെ സ്ട്രക്ചറാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ടാറ്റ കാണിക്കും എല്ലാവരും. ആ എഗ്സ് പോലെ ഇരിക്കുന്ന അത് ഫോം ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്തുള്ള ഈ ത്രെഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ കണ്ടൻസ് ചെയ്തിട്ടാണ്, കൂടി ചേർന്നിട്ടാണ്. ഇപ്പൊ സംഭവം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി ടാറ്റ കാണിച്ചോ. ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഒരു ത്രെഡ് പോലെയുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മുടെ എന്ത്, ക്രോമസോം എന്ന് പറയാൻ പറ്റില്ല, ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അത് കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ ക്രോമസോം ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നോക്ക്, ക്യാരീസ് ജീൻസ്. ഇപ്പൊ നിങ്ങൾ കരുതും സാർ ഈ ക്രോമസോമിനകത്ത് എവിടെയാ ജീൻ ഇരിക്കുന്നത്? ഡൗട്ട് വരണ്ട. വലിയൊരു ക്രോമസോമിനെ സാറോടെ വരച്ച് കാണിച്ചു തരാം. നോക്ക്, ഒരു വലിയ ക്രോമസോമിനെ സാറ് വരച്ചു. ഈ ക്രോമസോമിനകത്താണ് നമ്മുടെ DNA ഇരിക്കുന്നത് എന്നറിയാവുന്ന മക്കളൊന്ന് ഡാറ്റ കാണിച്ചു. ഇത് നമ്മൾ പഠിച്ചതാണ് 9th സ്റ്റാൻഡേർഡിൽ. ഈ ക്രോമസോമിനകത്തിരിക്കുന്ന DNA-യിലാണ് പല പല ലൊക്കേഷൻസിലായിട്ട് ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കത്തിയവർക്ക് മാത്രം ഡാറ്റ കാണിക്കാം കേട്ടോ. സോ ആ ക്രോമസോം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതിനകത്ത് ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റാണോ? സെറ്റാണെങ്കിൽ നല്ലൊരു ഡാറ്റ കാണിച്ചു. ജീൻസ് ഉണ്ട്. ഏത് ജീൻസാ? ജീനുകൾ. ആ ജീൻസ് ആണ്, മറ്റേ ജീൻസ് അല്ല കേട്ടോ. ജീൻസ് ഉണ്ട്. എവിടെയാണ്? DNA-യിലാണ് ജീൻസ് ഉള്ളത്. ആ DNA ലൊക്കേറ്റ് ചെയ്യുന്നത് ക്രോമസോമിനകത്താണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പറഞ്ഞത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് ജീനാണ്. എന്താ ജീൻ? യെസ് മിസ്. അദ്വൈതേ, ജീൻ യെസ്, ഹെറിഡിറ്റിയുടെ ഫംഗ്ഷണൽ യൂണിറ്റ് ആണ്. ചെറിയ ചെറിയ യൂണിറ്റുകളാണ് ജീൻസ്. ആ ജീൻസ് എവിടെയാ ലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? ക്രോമസോമിലല്ലേ? ക്രോമസോംസിലാണ്. മക്കൾ എല്ലാവരും കൺഫേം ആണെങ്കിൽ ഒന്ന് തമ്പിട്ടേടാ. ക്രോമസോംസിനകത്താണ് ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്, മറക്കണ്ട. ഇനി ഇതാ ക്യാരക്ടർ നോക്കിക്കേ. ദ ഫീച്ചേഴ്സ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ലൈക്ക് ഹൈറ്റ്, കളർ, ഷേപ്പ്. ഒരു ഓർഗാനിസത്തിന് ചിലപ്പോൾ അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ കളർ, ഇതൊക്കെ ആ ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? ചെയ്യാൻ തന്നെ ഒന്ന് ദയവ് ചെയ്തോ. ഒരു ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അതിന് ക്യാരക്ടർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വേറൊരു ടേമും കൂടെ നമ്മൾ അതിനെ ഓൾറെഡി പഠിച്ചിരുന്നു, ട്രെയ്റ്റ് അല്ലേ? പഠിച്ചിരുന്നെങ്കിൽ തംസിഡ്. അപ്പോൾ ക്രോമസോം കിട്ടി, ജീന് കിട്ടി, ക്യാരക്ടർ കിട്ടി കേട്ടോ. 3 കാര്യങ്ങൾ ഈ പേജിൽ നമുക്ക് കിട്ടി. ഇനി അടുത്ത പേജിൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ മിസ്, 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ്. നോക്കിക്കേ, ട്രെയ്റ്റ് ഉണ്ട്, അലീലുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് ട്രെയ്റ്റിന് വിളിക്കാം ഒരാളെ. ക്യാരക്ടർ തന്നെയാണ്. യെസ്, ആരാണ്? കെവിനെ. ട്രെയ്റ്റിന് നമ്മൾ വേറൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പല്ലേ? ഇത് ഈ സെന്റൻസ് വായിച്ചപ്പോ which is normally inherited and has its detectable variant too. അതായത് ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നോർമലി ഇൻഹെറിറ്റ് ചെയ്യും. പാരന്റ്സിൽ നിന്ന് കുട്ടികളിലേക്ക് ചിലപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ഹാസ് ഇറ്റ്സ് ഡിറ്റക്റ്റബിൾ വേരിയന്റ്. അതിനൊരു വേരിയന്റ് ഉണ്ടാകും അല്ലേ? ഇപ്പൊ ഞാനൊരു സംഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ക്യാരക്ടർ പറഞ്ഞു, അതിന് ഉറപ്പായിട്ടൊരു ഓപ്പോസിറ്റ് ഉണ്ടാവും. നല്ല കുട്ടി, അതിന് ഓപ്പോസിറ്റ് ഇല്ലേ? ഇല്ലേ?
നല്ല ഒരു കുട്ടി, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആര് പറയും മിസ്? ആരാണ് പറയണം? നല്ല കുട്ടിയുടെ ഓപ്പോസിറ്റ് എന്താ? ചീത്തക്കുട്ടി. ഗുഡിന്റെ ഓപ്പോസിറ്റ് എന്താ? ബാഡ്. ടോളിന്റെ ഓപ്പോസിറ്റ് എന്താ? എന്നാന്ന്? ഷോർട്ട്. ഓക്കെ. അതുപോലെ എന്താണ്, ഓരോ ക്യാരക്ടേഴ്സിനും 2 വേരിയൻസ് ഉണ്ടായിരിക്കും മക്കളെ. നോക്ക്, ടോൾ ആൻഡ് ഡ്വാർഫ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഷോർട്ടിന് ഉപയോഗിക്കുന്ന, ഇനി എൻ്റെ മക്കൾ ഷോർട്ട് എന്ന് പറയരുത്, ഡ്വാർഫ് എന്ന് പറഞ്ഞോളണം. ഓക്കെ അല്ലേ? ഷോർട്ടിന് പകരം നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന ടേം ആണ് ഡ്വാർഫ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് 2 വേരിയൻസ് ഉണ്ട്. ഒന്ന് ടോൾ ആണ്, ഹൈറ്റ് കൂടുതലാണ്, പ്ലസ് ഇനി അടുത്തതാണ് ഡ്വാർഫ് അല്ലെങ്കിൽ ഹൈറ്റ് കുറവ്. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ ഡാറ്റ കാണിക്കും. ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫീച്ചേഴ്സ് തന്നെയാണ്, പാരന്റ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് 2 വേരിയൻസ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. 2 വേരിയൻസ് എപ്പോഴും ഉണ്ടായിരിക്കും ഒരു ക്യാരക്ടറിന്. ഇനി അലീൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൈഡിൽ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അലീൽ നമുക്ക് ഒരാൾ വായിച്ചു തരും മിസ്സേ. ഇഷാനാണോ വായിക്കാൻ പോകുന്നത്? ഇഷാനെ അലീൽ വായിച്ചോടാ. Different forms of a particular gene occupy the same position on a chromosome, or the 2 alternate forms of the same genes, like capital T for tall and small t for dwarf. ഞാനത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തരട്ടെ. അലീൽ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ സെന്റൻസ് എഴുതിയാൽ മതി. ഇത് മതി. ഈ യെല്ലോ ബ്രാക്കറ്റിൽ നോക്കുക, റെഡിന്റെ യെല്ലോയിൽ കണ്ടോ? അത്ര എഴുതാമെങ്കിൽ ഡാറ്റ കാണിച്ച് 2 alternate forms of the same gene, like capital T for tall and small t for dwarf. ഒരേ ക്യാരക്ടറിന് തന്നെ കേട്ടോ, ഒരേ ക്യാരക്ടറിന്. ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീൻ ആയിരിക്കില്ലേ മക്കളെ? ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ നമ്മുടെ DNA ഉണ്ടായിരിക്കും. ആ ജീനിന്റെ 2 ഡിഫറെന്റ് ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തോളൂ. ഓക്കെ ആണല്ലോ? ഇനി എൻ്റെ മക്കൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ എന്താ ഇവിടെ പറയാൻ പോവാണ്, വീണ്ടും പറഞ്ഞു തരുന്നതാണ്. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഓക്കെ, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിന് 2 ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഒന്ന് ടോൾ ആണ്, ടോളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്വാർഫിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ടോളിനെ ക്യാപിറ്റൽ T വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി ഡാറ്റ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഡ്വാർഫിനെ ഓക്കെ ക്യാപിറ്റൽ D വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ. ആ ടാറ്റകൾ ഇടികിട്ടാത്തതിൻ്റെ ടാറ്റയാണ്. ഒരിക്കലും ഇവിടെ ക്യാപിറ്റൽ T കണ്ടോ, ഫസ്റ്റ് എടുത്തതുപോലെ ഇവിടെ ഫസ്റ്റത്തെ ക്യാപിറ്റൽ D എടുക്കരുത്, തെറ്റാണ്. ഫസ്റ്റ് നമ്മൾ എടുത്ത ആൽഫബറ്റ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന് ചെറുതാണ് എവിടെ എടുക്കേണ്ടത്? ഇതിന്റെ അടുത്ത വേരിയന്റിന് എടുക്കേണ്ടത്. ഇപ്പൊ കാര്യം കത്തേക്ക് ടാറ്റ കാണിച്ചേ, ഒരു ക്യാരക്ടറിന്റെ 2 ഡിഫറെന്റ്, ഒരു ജീനിന്റെ തന്നെ 2 ഡിഫറെന്റ് ഫോംസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടതിനെ ഒരു ക്യാപിറ്റൽ വെച്ച് റെപ്രസെന്റ് ചെയ്താൽ തൊട്ടടുത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ അതിന്റെ വേരിയന്റ് ആയിട്ടുള്ള ക്യാരക്ടറിന് ഇതേ ആൽഫബറ്റിന്റെ സ്മോൾ ലെറ്റർ കൊടുക്കുക, ലോവർ കേസ് കൊടുക്കുക. ഓക്കെ അല്ലേ? കത്തിയോ? അത് കത്തിയെങ്കിൽ ടാറ്റ കാണിച്ച താടിയൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് നേരെ ഇരുന്നേടാ. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അത് ചെയ്യാൻ പാടില്ല നമ്മൾ. ആൻഡ് ഹൈബ്രിഡ്, ശ്രദ്ധിച്ചോ, ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം എന്താണ് സാർ പറയാം, നോക്കൂ. ആൻ ഇൻഡിവിജ്വൽ ഹാവിംഗ് 2 ഡിഫറെന്റ് അല്ലീൽസ് ഫോർ ദ സെയിം ട്രേറ്റ്. എന്താണ്? ഒരു ട്രേറ്റ്, ഇതൊക്കെ ഞാൻ ഇവിടെ മാച്ച് കളയുന്നുണ്ട്, ശ്രദ്ധിക്കാം എല്ലാവരും ശ്രദ്ധിക്കാം. ഹൈറ്റിന് ടോളും ഉണ്ട്, അതുപോലെ ഡ്വാർഫും ഉണ്ട്. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ. ഹൈറ്റിന് ടോളും ഉണ്ട്, ഡ്വാർഫും ഉണ്ട് കേട്ടോ. ടോളിനെ റെപ്രസെന്റ് ചെയ്യാൻ അലീൽസ് എഴുതുമ്പോൾ ഒരു ക്യാപിറ്റൽ T എഴുതി. ഇത് കറക്റ്റ് ആണെന്നുള്ള ഒരു ചാറ്റ് കാണിച്ചേ. അലീൽസ് എഴുതുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് എഴുതരുത് കേട്ടോ, ഒരിക്കലും ഒറ്റയ്ക്ക് എഴുതരുത്. അലീൽസ് ഒരു കോമ്പിനേഷൻ ആയിട്ട് പെയർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കിട്ടിയവരൊന്ന് ഡാറ്റ കാണിച്ചേ. അങ്ങനെയാണെങ്കിൽ ഡ്വാർഫ് എന്ന് പറയുന്നതിന്റെ അലീലിനെ നമ്മൾ എന്ത് വിളിക്കും? എന്ത് എഴുതും? മിസ് വേഗം വിളിച്ചോ, മിസ് ഒരാളെ വിളിച്ചേ, പെട്ടെന്ന് വിളിച്ചേ. പൂജ, സോറി പൂജ പറഞ്ഞോ. സ്മോൾ ടി വെരി ഗുഡ് മോനെ മിസ്സേ. ആ ചാറ്റിൽ ഒരു ക്യാപിറ്റൽ D വന്ന്, അതാരാ നോക്കിയേ? ശ്രാവൺ. ആ ക്യാപിറ്റൽ ഡിയുടെ കൂടെ ഒരു ഫ്രണ്ടിൽ ഒരു ഇയും കൂടി ഇട്ടൊരെണ്ണം ഞാൻ അങ്ങ് വെച്ച് തരും കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ D എടുക്കരുതെന്ന്. അപ്പോഴേക്കും ചാറ്റിൽ വന്ന് ക്യാപിറ്റൽ D. ശ്രാവൺ നീ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ.
അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഓക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾ നല്ലൊരു ഡാറ്റ കാണിച്ചേ. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ടും സെയിമാ, ക്യാപിറ്റൽസാ. ഇവിടെ രണ്ടും സെയിമാ, ക്യാപിറ്റൽസാ, അല്ലെ സ്മോൾ ആണ് അല്ലേ? അവിടെ ഒരു സുഖമില്ലേ കാണാൻ? വേറെ ഒരെണ്ണം ടോളിനെ തന്നെ നമുക്കിതാ ഇങ്ങനെ എഴുതാം. ഇങ്ങ് നോക്ക്, ടോളിനെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാം. മക്കളെ ഇത് രണ്ട് ഡിഫറെൻ്റ് അലീൽസിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ എൻ്റെ മക്കൾ ഡാറ്റ കാണിച്ചേ. ആണല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന ഇയാളെയാണ് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ കേട്ടോ. ഒരു ഇൻഡിവിജ്വലിന് 2 ഡിഫറെന്റ് അലീൽസ് കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. ക്യാപിറ്റൽ ടി ഒരു അലീൽ, സ്മോൾ ടി മറ്റൊരു അലീൽ, 2 ഡിഫറെന്റ് അലീൽസ് ഒരൊറ്റ ഇൻഡിവിജ്വലിന് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിൽ തന്നെ 2 ഡിഫറെന്റ് അലീൽസിന്റെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാം? ഹൈബ്രിഡ് എന്ന് വിളിക്കാം. അപ്പോൾ ട്രേറ്റ്, അലീല്, ഹൈബ്രിഡ് കിട്ടിയെങ്കിൽ മാത്രം വേവ് ചെയ്തോ. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളവർ റേസ് ചെയ്യാൻ എഴുതി നോക്കട്ടെ. ഇതിനകത്ത് പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ? അലീലും അതേപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡിനകത്തും പ്രശ്നമുള്ള ആരെങ്കിലും? എനിബഡി ദേർ? യെസ് മിസ്. എന്താ ഹെവൻ പ്രശ്നം? എന്താടാ? എടാ ഒരു ഇടി ഞാൻ വെച്ച് തരും. ഇതൊക്കെ ബേസിക് ആണ്, ഇതൊന്നും അതിനകത്ത് ഇല്ല. അതല്ല ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞത്. എനിക്ക് എഴുതാനും പറ്റാല, പെട്ടെന്ന് പോണത് എനിക്ക് ഇതിന്റെ മറ്റേത് മാത്രം എഴുതി വെക്കാൻ പറ്റണം. പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ അങ്ങ് അയച്ചു തരാം പോരെ? ഇനി ഞാൻ മണ്ടേ കാത്തു കയറും. സന്തോഷം. അല്ല മതി, എന്താ ഇൻഫോം ചെയ്താൽ മതി മിസ്സിനെ കേട്ടോ. അത് ഞാൻ ഇൻഫോം ചെയ്യാം. എന്താ ഞാൻ ടൂറിൽ പോവാ. എവിടെ പോവാന്ന്? ടൂറ്. ഓ ടൂറിൽ പോവാണ്. ഓക്കെ പോയിട്ട് വരും. എവിടേക്ക് ടൂറിൽ പോകുന്നത്? ചിക്മംഗ്ലൂരും കൂർഗ്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഇപ്പൊ. മഴ പെയ്യാതെ നോക്കിക്കോ. ശരി ഓക്കെ മിസ്. അടുത്താരാ? റെസിനെ പറയടാ. ട്രേറ്റ് അല്ലീലാണോ ഹൈബ്രിഡ് ആണോ പ്രശ്നം? ഹൈബ്രിഡ്. അതായത് ആദ്യം വന്നിരിക്കുന്ന ക്യാപിറ്റൽ അല്ലേ? അപ്പൊ എന്തായിരിക്കും? ടോൾ ഓഫ് കോഴ്സ്. ഒരിക്കലും അലീൽസ് എഴുതും. എന്താണ്? ഒരിക്കലും വരില്ല. ആ കോമ്പിനേഷൻ ജനറ്റിക്സിൽ ഇല്ല. ജനറ്റിക്സിൽ നമ്മൾ അലീൽസ് എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റലിനെ ആദ്യം എഴുതിയേ പറ്റുള്ളൂ. ക്യാപിറ്റലിന് മുന്നിൽ ഒരിക്കലും ഒരു സ്മോൾ വരില്ല കേട്ടോ. സ്മോൾ ആദ്യം വന്നാൽ അടുത്തത് സ്മോൾ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുതണത് എന്തിനാന്നോ? മെന്റൽ പറഞ്ഞിട്ടാ. മെന്റൽ ഇങ്ങനെ ഒരു ക്രോസ് കണ്ടുപിടിച്ചു, നമ്മളത് ഫോളോ ചെയ്തു. അത് വേറെ ഒന്നുമല്ല, ജീൻസ് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാ. ഇതിന്റെ ഹയർ എൻഡ് ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കത്തി കൊളായി പോകും. അതുകൊണ്ട് ഇപ്പൊ അത് വേണ്ട, അത് ഡിഗ്രി ലെവലൊക്കെ പഠിക്കാനുള്ളതാ. ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് സാധന. ഇന്ന് തന്നെ നമ്മളൊരു മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു ക്രോസ് പഠിക്കും. അപ്പൊ സാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ. ഡൗട്ടിന്റെ എണ്ണം കൂടി വരാനുള്ളൂ മിസ്. ആയിഷ എന്താ പ്രശ്നം? വേഗം പറഞ്ഞു സമയം. പറയൂ. കേക്കുന്നില്ല. വരും ഓഫ് കോഴ്സ്. ഈ നമ്മളിപ്പോ എന്താണ് എഴുതണം? തരാലോ. അതെ, ഫ്ലവറിന്റെ കളർ, ഒരു ഫ്ലവറിന്റെ കളർ ക്യാരക്ടർ ആയിട്ട് എടുത്തു. ഓക്കെ അല്ലേ? ഫ്ലവറിന് വൈറ്റ് കളർ വരാം, അല്ലെങ്കിൽ വൈറ്റ് വേണ്ട, ഞാൻ വേറെ കളർ എടുക്കാം, റെഡ് എടുക്കാം. റെഡ് ഫ്ലവർ വരാം, വൈറ്റ് ഫ്ലവർ വരാം. ഒരേ ജീൻ തന്നെയാണ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത് അതിന്റെ. അപ്പോ റെഡിന് നമ്മൾ എന്തായിരിക്കും എഴുതാ ഇഷ? ആർ നോ. അതായത് മെൻഷൻ ചെയ്യും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ആ പ്ലാന്റിൽ ഏതാണ് ഡൊമിനന്റ്, ആ അതിനൊക്കെ നമ്മൾ എത്തണേ ഉള്ളൂ. അതാ ഞാൻ ഡൊമിനന്റ് പറയാത്ത അതുകൊണ്ടാണ്. ഇനി അടുത്ത സെന്റൻസിൽ ഡൊമിനന്റ് പറയും, അത് കഴിയുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ യെസ്. എടാ ഡൗട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ട് ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ല, നിങ്ങൾക്ക് ക്ലിയർ ആകുന്ന ഒരു സെക്ഷൻ വരും. അപ്പോൾ സാർ ക്ലിയർ ചെയ്ത് തരാം. സെക്ഷൻ സെറ്റ് ആകും, പേടിക്കണ്ട
വരും. ഒരു സെക്ഷനിൽ ഇതെല്ലാം ഓക്കെ ആകുന്ന ഒരു സമയം വരും. ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞു, ഡൊമിനന്റ് ആൻഡ് റിസസീവ് ജീൻ. എന്താണ് ഡൊമിനന്റ്? ഓക്കെ, ഡൊമിനന്റിന്റെ മുകളിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എക്സ്പ്രസ് ആകുന്ന, എക്സ്പ്രസ് എന്ന് എഴുതിക്കോ കേട്ടോ, എക്സ്പ്രസ് ആകുന്ന ജീനാണ് ഡൊമിനന്റ്. റിസസീവ് എന്ന് പറഞ്ഞാൽ സപ്രസ് ആകുന്ന ജീനാണ്. എക്സ്പ്രസും സപ്രസും ഓക്കെ ആണെങ്കിൽ തംസട്ടെ, എക്സ്പ്രസും സപ്രസും. മിസ് നമുക്ക് ഡൊമിനന്റ് വായിക്കുന്ന ഒരാളെ വിളിക്കാലോ. ഡൊമിനന്റ് ആരാണ്? അർജിത്തെ. ഹായ്. ഡൊമിനന്റ് ജീൻ വായിച്ചോ. Hybridization of the two synthetic factors. Only one factor appears in the conjunction. First generation. This trait is called. ഓക്കെ ഫൈൻ, വെരി ഗുഡ് വെരി ഗുഡ്, സെറ്റ്, അടിപൊളി. മക്കളെ ഒന്ന് നോക്കിക്കേ, ഹൈറ്റിനെ തന്നെ എടുത്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിന് ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും പാരന്റ്സ് ആണെങ്കിൽ ഇത് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ആളല്ലേ ഹൈബ്രിഡ് ആണെങ്കിൽ? ടാറ്റ കാണിച്ചേ. ആണല്ലോ, ഉറപ്പാണല്ലോ. ഫസ്റ്റ് ജനറേഷനിൽ കേട്ടോ ഈ പാരന്റ്സിന് കുട്ടികൾ ഉണ്ടാകുന്നത് അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ ഈ ഫസ്റ്റ് പാരന്റിന്റെ ക്യാപിറ്റൽ ടിയും ഒരു പാരന്റിന്റെ സ്മോൾ ടിയും ഉണ്ടായി. ഇപ്പൊ ഉണ്ടായത് ഹൈബ്രിഡ് ആണ്. ഈ പ്രോസസ്സ് ഹൈബ്രിഡൈസേഷൻ ആണ്. അത് സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. നമുക്കറിയാം ഇയാള് ടോളും ഇയാള് ഡ്വാർഫും ആണ്. ഇവിടെ ഉണ്ടായ ഇൻഡിവിജ്വൽ ടോളാണ് അല്ലേ? ശരിയാണെങ്കിൽ ടാറ്റ കാണിക്കണം. ശരിയാണെങ്കിൽ ടാറ്റ കാണിച്ചേ. അതെ, ഒരു പാരന്റിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ആയി, അടുത്ത ആളുടെ ക്യാരക്ടർ അവിടെ സപ്രസ് ആയി. ആയില്ലേ? ആയെങ്കിൽ ടാറ്റ കാണിച്ചേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ കഴിയുമ്പോൾ രണ്ട് ഡിസിമിലർ ഫാക്ടേഴ്സ് കണ്ടോ, രണ്ട് ഡിസിമിലർ അല്ലേ? ഇത് രണ്ട് ഡിസിമിലർ ആണെങ്കിൽ ടാറ്റ കാണിച്ചാൽ സിമിലർ അല്ലല്ലോ. ഒരെണ്ണം ക്യാപിറ്റൽ ഒരെണ്ണം സ്മോളും ആണ്. ഇങ്ങനെ ഡിസിമിലർ ആയിട്ടുള്ള രണ്ടാളുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഓൺലി വൺ ഫാക്ടർ അപ്പിയേഴ്സ് ഇൻ ദി F1 ജനറേഷൻ. അതിൽ ഒരാളുടെ മാത്രമാണോ F1ൽ അപ്പിയർ ആയിരിക്കുന്നത്? ആണെങ്കിൽ ടാറ്റ കാണിക്കുക. ക്യാപിറ്റൽ ടിയുടെ ക്യാരക്ടർ മാത്രമല്ല അപ്പിയർ ആയിട്ടുള്ളൂ. And this trait is called the dominant gene അല്ലെങ്കിൽ dominant trait എന്ന് പറയാം കേട്ടോ. ഈ എക്സ്പ്രസ് ആകുന്നത് ഏതിന്റെ ക്യാരക്ടർ ആണോ, എക്സ്പ്രസ് ആകുന്ന ക്യാരക്ടർ ആണ് ഡൊമിനന്റ് ക്യാരക്ടർ. ആ എക്സ്പ്രസ് ആകുന്ന ജീനാണ് ഡൊമിനന്റ് ജീൻ. കത്തിയവർക്ക് മാത്രം ടാറ്റ കാണിക്കാം. ഓക്കെ അല്ലേ? രണ്ട് അലീലുകൾ ഡിസിമിലർ ആയിട്ട് വന്നാൽ ഫാക്ടർ ഇസ് ഈക്വൽ ടു അലീൽ എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഫാക്ടറും അലീലും ഓൾമോസ്റ്റ് സിമിലർ ടേംസ് ആണ്. അപ്പോൾ രണ്ട് അലീൽസിന്റെ കോമ്പിനേഷൻ വന്നാൽ രണ്ടും ഡിഫറെന്റ് ആണ്, ഡിസിമിലർ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് പേരിൽ ഒരാളുടെ ക്യാരക്ടർ എക്സ്പ്രസ് ആകുള്ളൂ. എക്സ്പ്രസ് ആകുന്ന ആളുടെ ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൊമിനന്റ് ക്യാരക്ടർ എന്ന് വിളിക്കുക. ഓക്കെ ആണെങ്കിൽ കൈ ഫ്രണ്ടിൽ വെക്കുക, നല്ലൊരു ടാറ്റ കാണിക്കുക. ഡൊമിനന്റ് ഓക്കെ അല്ലേ? ഇനി റിസസീവ്, ഡൊമിനന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിസസീവ് എന്ന് പറയുന്നത്. മിസ്സേ വിളിച്ച ഒരാളെ. ലക്ഷ്മി കേൾക്കുന്നുണ്ടോടാ? യെസ്, read the sentence. Set. Same process. ഇവിടെ നോക്ക്, സെയിം ഹൈബ്രിഡൈസേഷൻ. രണ്ട് ഡിസിമിലർ അല്ലീൽസ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. അതിൽ ഒരാളുടെ ക്യാരക്ടർ എക്സ്പ്രസ് ആയി, അയാളെ നമ്മൾ ഡൊമിനന്റ് എന്ന് വിളിച്ചു. അവിടെ ഒരാള് ഹൈഡായി പോയില്ലേ? ഫസ്റ്റ് വന്ന ആള് കാരണം ഒരാൾ ഹൈഡായി പോയെങ്കിൽ ടാറ്റ കാണിച്ച് സപ്രസ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈഡായി പോയി. അത് സ്മോൾ ടി ആണെങ്കിൽ ഒന്നുകൂടെ വേവ് ചെയ്യാം. അപ്പോൾ ഒരു ക്യാരക്ടർ, രണ്ട് ഡിസിമിലർ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് അതിലൊന്ന് എക്സ്പ്രസ് ആകുമ്പോൾ അടുത്ത ആള് സപ്രസ് ആയി പോവാം, ഹൈഡായി പോവാണ്. സോ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി F1 ജനറേഷനിൽ ടോൾ ഒരാൾ വന്നു, മറ്റേ ആൾ വന്നില്ല. അങ്ങനെ എക്സ്പ്രസ് ആവാതെ സപ്രസ് ആയിരിക്കുന്ന ആ ട്രേറ്റ് ആണ് റിസസീവ് ജീൻ അല്ലെങ്കിൽ റിസസീവ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. കിട്ടിയവർ മാത്രം ടാറ്റ കാണിച്ച്. രണ്ട് ഡിസിമിലർ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ ക്യാരക്ടർ എക്സ്പ്രസ് ആകും, അയാളെ ഡൊമിനന്റ് എന്ന് വിളിക്കും. ഒരാളുടെ ക്യാരക്ടർ സപ്രസ് ആയിരിക്കും, ഓക്കെ, ഹൈഡ് ആയിരിക്കും, അയാളെ റിസസീവ് എന്ന് വിളിക്കും. ഡൊമിനന്റും റിസസീവും എന്താണെന്നുള്ളത് കൃത്യമായി കിട്ടിയെങ്കിൽ ഡു ലൈക്ക് ദിസ്. ഓക്കെ, സെറ്റ് അല്ലേ? ഡൊമിനന്റും റെസസീവും. അയാനെ, നിനക്ക് ഡൊമിനന്റും റെസസീവ് ഓക്കെ ആണോ? പ്രശ്നമല്ലേ? അത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ ഡൊമിനന്റും റെസസീവും പറഞ്ഞു. സിമ്പിളാ. ഇപ്പോഴും നമ്മൾ ചാപ്റ്ററിന്റെ ഉള്ളിൽ പോയിട്ടില്ല കേട്ടോ. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞുതരാം. ഫീനോടൈപ്പ്, ജീനോടൈപ്പ്.
ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ച്. ഫീനോ ടൈപ്പിൻ്റെ മുകളിൽ എഴുതി വെച്ചോ എക്സ്റ്റേണൽ, ജീനോ ടൈപ്പിൻ്റെ മുകളിൽ ഇന്റേണൽ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തിട്ടോ. യെസ്. സോ ഹിയർ ഫീനോടൈപ്പ് നോക്കാം നമുക്ക്. ദി ഒബ്സർവബിൾ ഫീച്ചേഴ്സ് ഓഫ് എൻ ഓർഗാനിസം. നിങ്ങൾ അവിടെ നിന്ന് എന്നെ നോക്കുന്നു. നോക്കിക്കേ, സുന്ദരൻ, സുമുഖൻ, സർവോപരി സൽഗുണ സമ്പന്നൻ അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. സാറിന് ഹൈറ്റ് ഉണ്ട്, സാറിൻ്റെ ഹെയർ കളർ ബ്ലാക്ക് ആണ്. ഓക്കെ, സാറിന് ഇച്ചിരി തടിയുണ്ട്. ഓക്കെ, സാറിന് കുഞ്ഞു മുഖം വലിയ മുഖമാണ് അല്ലേ? അങ്ങനെ കുറച്ച് പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ടാറ്റ കാണിച്ചേ. എൻ്റെ ക്യാരക്ടർ സ്വഭാവം, എൻ്റെ ഇന്റേണൽ ഞാൻ പെരുമാറുന്നൊന്നും എടുക്കരുത് കേട്ടോ. പുറമേ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി, സംഭവം മനസ്സിലായി. ടാറ്റ കാണിച്ചേ. ഒരു പ്ലാന്റിനെ നിങ്ങൾ പുറമേ നോക്കുമ്പോൾ എന്തൊക്കെ മനസ്സിലാവും? ഈ പ്ലാന്റിന് ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് കൂടിയ പ്ലാന്റാ. ഈ പ്ലാന്റിന്റെ ലീഫിന് ഇന്ന കളറാ, ഫ്ലവർ ഇത്ര കളേഴ്സാണ്, ഫ്രൂട്ട്സ് ഇങ്ങനെ രീതിയിലാണ് ഇരിക്കുന്നത്. മുടി വെട്ടാറായത് അതാരാ പറഞ്ഞേ? ദേവജിത്ത്. ഓ, വാട്ട് എ കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ മാൻ. ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? മുടി വെട്ടാറായിട്ട് അതിൽ ആകെ ഇത്തിരി മുടി, അല്ലെങ്കിലേ മുടിയില്ല, ഉള്ളതൊക്കെ പറഞ്ഞു പോയിരിക്കുക, ഒരു കണക്കിന് അത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസം, അത് അനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു ഓർഗാനിസത്തിന്റെ പുറമേ നിന്ന്, ഔട്ട്സൈഡ് ദ ബോഡി, പുറമേ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ്, അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ ഫീനോടൈപ്പ്. കിട്ടിയെങ്കിൽ ടാറ്റ കാണിച്ച്. ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫീനോടൈപ്പിക് ക്യാരക്ടർ ആണെങ്കിൽ എന്റെ മക്കൾ ടാറ്റ ഇട്ടോ. ഹൈറ്റ് ഒരു ഫീനോടൈപ്പിക് ക്യാരക്ടർ അല്ല. ബിക്കോസ് എന്താണ്, പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഗാനിസത്തിന്റെ ഹൈറ്റ് നോക്കാൻ പറ്റും. ഇത്ര ഹൈറ്റ് ഉള്ള ഒരു ഓർഗാനിസം ആണ്. സോ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണൽ ബോഡിയിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാരക്ടർ ആണ്. നെക്സ്റ്റ് വൺ നോക്ക്. മിസ് ഒരാളെ വിളിച്ച് ജീനോടൈപ്പ്. യെസ്, ആരാ? ഫഹദ് ഫാസിലാണോ? ഫഹദേ, ഹായ്, ഗുഡ് ഈവനിങ്. എന്താണ് ഫഹദേ, നിനക്ക് കണ്ടിട്ടൊരു സുഖമില്ലാത്ത പോലെ? ഫഹദ് കേൾക്കുന്നുണ്ടോ? അടിപൊളി. ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല, മൈക്ക് അടിച്ചു പോയി. നോ ഫഹദ്, ഇറ്റ്സ് നോട്ട് ഓഡിബിൾ. കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്തു. ഒന്ന് മൈക്ക് സെറ്റ് ചെയ്യണം കേട്ടോ, ബ്രേക്ക് ഒക്കെ ആകുമ്പോഴേക്കും റെഡി ആക്കണേ. ഓക്കെ മിസ്, നെക്സ്റ്റ് വൺ. ഫാത്തിമ. എന്നാ തലകുത്തി കിടക്കുന്നേ ഫാത്തിമ അവിടെ? ഫാത്തിമ. ജീനോടൈപ്പ് വായിക്ക്, ചിരിച്ചോണ്ടിരിക്കണ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഒരു ഓർഗാനിസത്തിന്റെ DNA-യില് ജീൻ ഉണ്ട് എന്നറിയാവുന്ന എൻ്റെ മക്കളെ ടാറ്റ കാണിക്ക്. വാട്ട് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ജീൻ? കത്തിയെങ്കിൽ തംസട്ടെ. ഒരു ഓർഗാനിസത്തിന്റെ DNA-യിൽ ജീനിനകത്ത് എന്താണോ ഉള്ളത് അതാണ് അതിന്റെ ജീനോടൈപ്പ്. കിട്ടിയവർക്ക് മാത്രം ടാറ്റ കാണിക്കാം. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ജീനിനകത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ജീനോടൈപ്പ്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ജീനിനകത്ത് എന്താണോ പ്രസന്റ് ആയിട്ടുള്ളത് അതാണ് അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. കത്തിയവർക്ക് മാത്രം ഒരു കലക്ക ടാറ്റ കാണിക്കാം. അപ്പോൾ ഫീനോടൈപ്പ് എക്സ്റ്റേണലി ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമോ? നിങ്ങളുടെ ജീനിനകത്ത് എന്തായിരിക്കണേ നമ്മളിങ്ങനെ നോക്കി കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റില്ല. ദാറ്റ് ഇസ് പ്രസന്റ് ഓൺലി ഇൻസൈഡ് ദ ജീൻ. ജീനിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു ജീൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് മനസ്സിലായത് സാർ? എടാ, ബാക്ക്രോസ് ബുക്കിലില്ലല്ലോ, പക്ഷെ ഞാൻ ബാക്ക്രോസ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഇതിനകത്ത് ഭയങ്കര കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണം മക്കളെ. 12th ചെല്ലുമ്പോൾ നമ്മൾ കറങ്ങേണ്ടി വരും അല്ലെങ്കിൽ മൊത്തത്തിൽ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ബാക്ക്രോസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നേക്കാം. അല്ലെങ്കിൽ വേണ്ട, മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കുമ്പോൾ സാർ ബാക്ക്രോസ് പറഞ്ഞുതരാം. അതുപോലെ മോണോ ഹൈബ്രിഡ് പഠിക്കുമ്പോൾ ബാക്ക്രോസ് പറഞ്ഞാൽ പോരെ? അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻ കിട്ടത്തില്ല. മോണോ ഹൈബ്രിഡിൽ ബാക്ക്രോസ് പറയുമ്പോൾ എളുപ്പത്തിൽ കിട്ടിക്കോളൂ കേട്ടോ. ഒരു 2 ടേംസും കൂടെ നമുക്കിത് പറയാനായിട്ടുണ്ട്. ഇവിടെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണ്, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ബ്രേക്ക് എടുത്തിട്ട് പറഞ്ഞാൽ പോരേത്? നമുക്കിപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ? എടുക്കാമെങ്കിൽ ടാറ്റ കാണിച്ചോ കേട്ടോ. ടാറ്റ കാണിച്ചോ. ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് അല്ലേ നമുക്ക് വേണ്ടത്? ശരിക്കും റിലാക്സ് ചെയ്ത് പഠിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ബ്രേക്ക് വേണ്ടേ എന്നല്ലേ ചോദിച്ചത്? എടുത്തോളൂ പറഞ്ഞില്ലല്ലോ. എല്ലാം പോയി അപ്പോഴേക്കും.
എന്നൊരു കാര്യം ചെയ്യൂ, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, വിട്ടോ പോയിട്ട് വാ, ചെല്ലും. ആയിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ മക്കളെ, മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാം അല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിക്ക്. അപ്പൊ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് നോക്കാം നമുക്ക്. മിസ്സേ വേഗം വിളിച്ച ഒരാളെ. ആ, റോസ്മിനെ. ആരാ കിങ്ങിണി? കിങ്ങിണി കേക്കുന്നില്ലേ? പപ്പയാണോ അത്? ചേട്ടനാ? ചേട്ടൻ എന്താ ചെയ്യണേ? ഇത് ബിജുമേനോട് ശബ്ദമുള്ള ചേട്ടനാ. എന്താ ചെയ്യണേ? പാവം, അതിലും എഴുതുന്ന വരാനില്ല അവന്. പാവം, പഠിച്ചോട്ടെ. കീപ് കണ്ടിന്യൂ. വായിച്ചോ മോണോ ഹൈബ്രിഡ് ക്രോസ്. രണ്ട് പാരന്റ്സ് തമ്മിലുള്ള ക്രോസ് ആണെന്ന് മനസ്സിലായല്ലോ, ഉറപ്പല്ലേ? യെസ്, രണ്ട് പാരന്റ്സ് മക്കളെ. രണ്ട് പാരന്റ്സിൽ ആ പാരന്റിന്റെ ഒരു ക്യാരക്ടർ നോക്കൂ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ആ പാരന്റ്സ് തമ്മിലുള്ള ക്രോസ്. ദാറ്റ് ഈസ്, ഒരു പാരന്റ് ടോൾ ആയിരിക്കും, അടുത്ത പാരന്റ് ഡ്വാർഫ് ആയിരിക്കും അല്ലേ? ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടല്ലേ ഈ ക്രോസ് വന്നേക്കുന്നേ? ആണെങ്കിൽ ഡാറ്റ കാണിക്ക്. ഒരൊറ്റ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടല്ലേ വന്നേക്കുന്നേ? ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നോക്കൂ. ഇവിടെതാ, നമുക്കിപ്പോ ഫ്ലവറിന്റെ കളർ എടുക്കാം. ഫ്ലവറിന്റെ കളർ എടുത്താൽ ഒരു റെഡ് ക്രോസസ് വിത്ത് ഒരു വൈറ്റ്. ഇവിടെയും നമ്പർ 1 ഒരു സിംഗിൾ ക്യാരക്ടറിന്റെ ക്രോസുകളാണ് വന്നിരിക്കണമെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഒരു സിംഗിൾ ക്യാരക്ടറേ ഉള്ളൂ. കളർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിനെ വെച്ചിട്ട് രണ്ട് ഡിഫറെന്റ് ഫോംസിൽ ക്രോസ് കിടന്നിക്കുക. ഓക്കെ, അത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുക. മോണോ മീൻസ് 1 എന്നല്ലേ മീനിങ്? 1 ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടർ വെച്ചിട്ടുള്ള ക്രോസ് ആണെങ്കിൽ അതിനെന്താ വിളിക്കുക? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇനി തീർന്നിട്ടില്ല, അടുത്തത് വരാൻ പോകുന്നുണ്ട്. അടുത്തതും ഇതും കൂടെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ പറ്റത്തുള്ളൂ. മിസ്സെ വിളിച്ചേ, വേഗം ഒരാളെ വിളിച്ചേ. ഡൈ ഹൈബ്രിഡ് വായിക്കാം. ആരാണ്? നസ്ല, കേൾക്കുന്നുണ്ടോ? എന്താ ഞെട്ടിയത്? അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഇത് അല്ലേ? അപ്പൊ ഡൈ ഹൈബ്രിഡ് ക്രോസ് വായിച്ചു, പേടിക്കണ്ട. A cross of two parents with two pairs of contrasting traits. ഇവിടെ സിംഗിൾ പെയർ ആയിരുന്നു, ഇവിടെ 2 പെയർ ആണ്. അപ്പൊ എന്തായിരിക്കും ഞാൻ അതിൽ ചേഞ്ച് വരുത്തണ്ടേടാ? 2 പെയർ അല്ല, 2 ക്യാരക്ടർ. ആദ്യം നമ്മൾ എടുത്തപ്പോ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഡൈ ഹൈബ്രിഡ് ക്രോസ് വരുമ്പോൾ ഹൈറ്റിന്റെ കൂടെ ഒരു ക്യാരക്ടറും കൂടി എടുക്കും. ചിലപ്പോൾ അതിന്റെ ഷേപ്പ് ആയിരിക്കും, സീഡിന്റെ ഷേപ്പ് ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ആയില്ലേ? അങ്ങനെ ഡാറ്റ കാണിക്ക്. ഇപ്പോ ആദ്യം നമ്മൾ ഹൈറ്റിന്റെ ഇത് എഴുതുമ്പോൾ ചിലപ്പോ ടോൾ, ഡ്വാർഫ് ഇങ്ങനെ ആയിരിക്കും എഴുതുക. അപ്പോൾ ഒരു ക്യാരക്ടർ ഹൈറ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെയോ ഹൈറ്റിന്റെ കൂടെ ഒരു ക്യാരക്ടറും കൂടെ വന്നപ്പോൾ 2 ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. അപ്പൊ ഞാൻ എങ്ങനെയാ അലീൽസ് എഴുതാന്ന് അറിയാമോ? ഹൈറ്റിന്റെ ടോളിന്റെ 2T എഴുതി, ഷേപ്പ് റൗണ്ട് എടുക്കാം, റൗണ്ടിന്റെ 2R എഴുതി. സോ 2 അലീലിന് പകരം കോമ്പിനേഷനിൽ 4 അലീൽസ് വന്നെങ്കിൽ ഡാറ്റ കാണിച്ച് ഇങ്ങനെ വരും കേട്ടോ. 2 ക്യാപിറ്റൽ ടി വന്നിരുന്ന സ്ഥലത്ത് ഇതേപോലെ 2 ക്യാരക്ടർ. ഇപ്പൊ കളർ വരുവാന്ന്, കളറിന്റെ കൂടെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ എടുത്തേ. കളറിന്റെ കൂടെ ഹൈറ്റും കൂടെ എടുക്കാന്ന് കരുതുക. ഹൈറ്റും കളറും എടുത്തു എന്ന് കരുതുക. ഇപ്പോഴും കളറ് റെഡ്, ഹൈറ്റ് ക്യാപിറ്റൽ ടി എടുത്തു എന്ന് കരുതുക. ടോൾ ആയിട്ട് ഇപ്പോഴും 4 അലീൽസ് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. അപ്പോൾ ഒരൊറ്റ ക്യാരക്ടർ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഒരു ക്യാരക്ടറിന്റെ തമ്മിലുള്ള ക്രോസ് ആണെങ്കിൽ അതിനെ മോണോ ഹൈബ്രിഡ് എന്നും, 2 ക്യാരക്ടേഴ്സ് കണ്ടോ, 2 ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷനിൽ വരുന്ന ക്രോസിനെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നുമാണ് നമ്മൾ വിളിക്കുക. ഇപ്പൊ കാര്യം ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിക്ക്. ഇപ്പൊ കാര്യം ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഒരു കൊച്ചു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്സ് ഫിനിഷ് ആയി കേട്ടോ. ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാ ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ്, ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്ക്. അലീൽസ് എഴുതുമ്പോൾ കണ്ടോ, an organism which process the same type of alleles, ക്യാപിറ്റൽ ടിയിൽ രണ്ടും സെയിം അലീലാണെങ്കിൽ ഡാറ്റ കാണിച്ച്. ആണല്ലോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതിലും രണ്ടും സെയിം അലീൽസ് ആണ്. അത് ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഇങ്ങനെ അലീൽസ് എഴുതുമ്പോൾ 2 അലീൽസും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും?
ഹോമോസൈഗസ് എന്ന് വിളിക്കും. കത്തിയവർക്ക് മാത്രം ഡാറ്റ കാണിക്കാം. ഹോമോസൈഗസ് ഫിനിഷ്. ഹെറ്ററോ നോക്ക്, ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടും ഡിഫറെന്റ് അലീൽസ് ആണെങ്കിൽ ഡാറ്റ കാണിക്കുക. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഡിഫറെന്റ് അലീൽ ആണെങ്കിൽ ഡാറ്റ കാണിക്കൂ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അലീൽസ് ഡിഫറെന്റ് ആണെങ്കിൽ ഒന്നുകൂടെ വേവ് ചെയ്തേ. ഇങ്ങനെ അലീൽസ് എഴുതുമ്പോൾ കോമ്പിനേഷനിൽ 2 ഡിഫറെന്റ് ഫോംസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കും. അപ്പൊ ഹോമോസൈഗസും ഹെറ്ററോസൈഗസും ഓക്കെ ആണെങ്കിൽ ഒരു അടിപൊളി ഡാറ്റ കാണിക്കുക. 2 അലീൽസും സെയിം ആണെങ്കിൽ അത് ഹോമോസൈഗസ് ആണ്. 2 അലീൽസ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഹെറ്ററോസൈഗസ് ആണ്. ഇത് രണ്ടും സെറ്റ് ആണെങ്കിൽ മാത്രം കൈ ഇങ്ങനെ വെക്കുക, നല്ലൊരു അടിപൊളി ഡാറ്റ കാണിക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ഹോമോയും ഹെറ്ററോയും ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടോ, കാരണം നമുക്ക് ഇനി നമ്മുടെ കയ്യിൽ ആവശ്യം വരുന്ന ഒരു സാധനം കൂടിയാണ്. ദേ ഇവിടെ വെച്ച് നമ്മുടെ ബേസിക്സും കളിയും ചിരിയും തമാശയൊക്കെ തീർന്നു. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് കളിയും ചിരിയൊക്കെ ആവും, അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറുതൊക്കെ തീർന്നു. ഇനി മറ്റേ മോഹൻലാൽ പറയാറില്ലേ, ചെറിയ കളികളല്ല ഇനി വലിയ കളികൾ. കേട്ടോ കേട്ടോ, സീസൺ 7 കാണുന്നവരുടെ ഡാറ്റ ആണെങ്കിൽ എന്തിൻ്റെയാന്ന് ഞാൻ പറയുന്നില്ല, അറിയായിരിക്കുമല്ലോ, കാണാറുണ്ടോ? നോക്ക് മീൻസ് നോക്ക്, അങ്ങ് അബ്രോഡ് വരെ കാണുന്നുണ്ട് അല്ലേ, അങ്ങ് വിദേശത്ത് വരെ ബിഗ് ബോസ് കാണുന്ന ടീംസ് ആണ്. ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. വേറെ ഒന്നുമില്ല, എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് തല്ലും ബഹളമൊക്കെ തന്നെ കേട്ടോണ്ടിരിക്കുന്നത് ടിവിയുടെ അകത്തൊന്ന്. അതെ, സീരിയസ്ലി കുറേ ആളുകൾ ഇറക്കി വിട്ടിട്ട് കഴിഞ്ഞ ദിവസം എല്ലാത്തിനെയും കൂടെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? പോയതൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇരട്ടി പ്രശ്നങ്ങളാണ് അവിടെ. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കളായിരുന്നു. എല്ലാവരെയും പുറത്താക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി അവിടെ ജീവിക്കാം, നോ പ്രോബ്ലം. പക്ഷേ അവിടെ എന്തിനു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ആളുകൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ്. ഓക്കെ, അതൊക്കെ വിട്. പിന്നെ പുതിയതായിട്ട് വന്നൊരു വാക്കാണ് PR. നിങ്ങൾക്ക് PR ഉണ്ടോ? സ്വന്തമായി PR ഉള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് PR ഇല്ല, നമുക്ക് ആർക്കും PR ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. എക്സ്പെരിമെന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. മെന്റൽസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ട്രേറ്റ്സ്. എന്താ മെന്റല്? ആ മെന്റൽ അല്ല, അത് മെന്റൽ, ഇത് മെന്റൽ. ഓക്കെ, മെന്റൽ എന്ന് പറയുന്നത് വലിയൊരു പുള്ളിയാ, സൈസ് കൊണ്ടല്ല, പൊസിഷൻ വെച്ചിട്ട്. എന്താ സാറേ എന്താണ്? പേഴ്സണൽ റെക്കോർഡല്ല. അതായത് നിങ്ങൾക്ക് PR എന്താണെന്ന് അറിയത്തില്ല, ബിഗ് ബോസിൽ പറഞ്ഞ PR എന്താണെന്ന് അറിയില്ലെങ്കിൽ ഡാറ്റ ആണെങ്കിൽ അയ്യോ അതൊക്കെ അറിയണ്ടേ. PR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് നമ്മൾ കയറുന്നതിന് മുന്നേ പുറത്ത് ഒരാൾക്ക് കുറച്ച് ക്യാഷ് ഒക്കെ കൊടുക്കുന്നു, ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ്, അകത്ത് ഞാൻ ചെന്ന് എന്ത് കാണിച്ചാലും അത് നാട് മൊത്തം സ്പ്രെഡാക്കി എന്നെ വൈറലാക്കിക്കൊള്ളണം എന്ന് കരുതി പുറത്തൊരു ഏജൻസിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പോകും. അവർ റീൽസും വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മളങ്ങ് വൈറലാക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിനെയാണ് PR എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? അതിൽ PR നിൽക്കുന്നവരുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു, എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ PR ഒന്നും എനിക്ക് വേണ്ടി വരില്ല കേട്ടോ, വെറുതെ ആണ്. നമ്മൾ ടോപ്പിക് മാറ്റി പിടിക്കേണ്ട സമയമായി. അപ്പൊ നമുക്ക് മെന്റൽ നോക്കാം. ഓക്കെ, ആരാണ് മെന്റൽ? എന്താണ് മെന്റൽ? യെസ് മിസ്സേ, വിളിച്ചേ. മെന്റലിനല്ല, ഒരാളെ വിളിക്കൂ. ആൽഫിനെ, ഗുഡ് ഈവനിങ്. ആൽഫിനെ എന്താടാ ഭയങ്കര സീരിയസ് ആണല്ലോ ഇന്ന് ഫേസില്. ആൽഫിനെ, ഹലോ. ഓഡിയോ ഇല്ല. ആൽഫിൻ മൈക്ക് ചെക്ക് ചെയ്യൂ മിസ്. അടുത്ത ആളെ വിളിക്കൂ. ആൽഫിനെ. ഫിദ, എന്താ അത് കുപ്പിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നേ? ആ കുപ്പിയുടെ ബലത്തിലാണ് നീ ഇരിക്കുന്നല്ലേ അവിടെ ഫിദ? അൺമ്യൂട്ട് ചെയ്തോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. ഫസ്റ്റ് പോയിന്റ് ആരാത്? ജെനറ്റിക്സ് മാർക്ക് ചെയ്തോ? ഇമ്പോർട്ടന്റ് മക്കളെ, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഹൂസ് നോൺ ആസ് എ ഫാദർ ഓഫ് ജെനറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജെനറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ നെയിമാണ് മെന്റൽ. നമ്മൾ സ്നേഹത്തോടെയാണ് മെന്റൽ എന്ന് വിളിക്കുന്നത്. ശരിക്കും മെന്റൽ അല്ല, ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ് കേട്ടോ. ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ തംസിട്ടെ. ഗ്രിഗർ ജൊഹാൻ മെന്റൽ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇങ്ങനെ പറ്റിയിട്ട് ഞാനൊരു കഥ പറഞ്ഞുതരാം. ആരാണ് ജെനറ്റിക്സ്? ആരാണ് മെന്റൽ? ഇദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റ് എന്നാ? പള്ളിയിലച്ചനല്ലേ പ്രീസ്റ്റ് അല്ലേ? പള്ളിയിൽ നമ്മുടെ വികാരിയച്ചന്മാരൊക്കെ ആയിട്ട് നിൽക്കത്തില്ല, അതിൽ പ്രീസ്റ്റ് ആയിരുന്നു പുള്ളി. ഒരു പള്ളിയിൽ പ്രീസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പറഞ്ഞ പള്ളിയും ഇടവകയും കാര്യങ്ങളൊക്കെ. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഈ പള്ളിയിൽ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ ഉറപ്പായിട്ടും എല്ലാ ചർച്ചിൻ്റെയും നമ്മുടെ അച്ഛന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ആ എങ്കിൽ വേറെ എങ്ങും ഇല്ലെങ്കിലും ഗ്രിഗർ ജൊഹാൻ മെൻഡൽ വർക്ക് ചെയ്തിരുന്ന ചർച്ചിന്റെ ബാക്ക് സൈഡിൽ എന്തുണ്ടായിരുന്നു? കിച്ചൺ ഗാർഡൻ ഉണ്ടായിരുന്നു. ഈ ഗാർഡൻ ഒക്കെ നോക്കി നടത്തിയിരുന്ന സമയത്താണ് മെൻഡൽ ഇങ്ങനെ എന്താണ് ഈ ഗാർഡനിലൂടെ പോകുമ്പോൾ പുള്ളിക്ക് ഒരു സംശയം വന്നത്. പുള്ളി നോക്കിയപ്പോൾ ഈ ഗാർഡനിൽ നിൽക്കുന്ന ഒരു ചെടി, ഒരു പയർ ചെടി, ആ പീ പ്ലാന്റ് എന്ന് പറയും നമ്മൾ അതിന്, ഗാർഡൻ പീ എന്ന് പറയാം കേട്ടോ. ആ പീ പ്ലാന്റിൽ പുള്ളി നോക്കിയപ്പോൾ പുള്ളിക്ക് കുറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റി. എന്താണ്? പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നോക്കിയപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ അത് ഒരേ ടൈപ്പ് ചെടിയിൽ തന്നെ പല കളറിലുള്ള ഫ്ലവേഴ്സ് കണ്ടു. അതിന് സീഡിന് ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരുന്നു, ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സ് ഉണ്ടായ ലൊക്കേഷനിൽ, അങ്ങനെ പല പല ചേഞ്ചസ് പുള്ളി കണ്ടു. അപ്പോൾ പുള്ളി കരുതി ഇതെന്തായിരിക്കും ഇങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവർക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഡൗട്ടിൽ നിന്നാണ് ഇത്രയും വലിയ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പണി നമുക്ക് ഇട്ട് പുള്ളിക്കാരൻ വെച്ചത് കേട്ടോ. അങ്ങേർക്ക് അന്ന് ഗാർഡനിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്ന് അയാൾ ഗാർഡനിൽ പോയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ, ജെനറ്റിക്സ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഗാർഡനിൽ പോയിട്ട് എന്താണ് ചെയ്തത് മിസ്സേ? ഗാർഡനിൽ പോയിട്ട് എന്ത് ചെയ്തു, എന്താണ് നോക്കേണ്ട കാര്യം, എന്താ ചെയ്തതെന്ന് നോക്കാം. മിസ് വിളിച്ച ഒരാളെ ആരാണ്? സമീനാണോ? സമീൻ കേൾക്കുന്നുണ്ടോടാ? ആ സെക്കൻഡ് പോയിന്റ് വായിച്ചു, ഞാൻ പയർ കാണിച്ചു തരാം. വായിച്ചു. He formulated the basic principles of inheritance on the basis of his experiments on garden pea. ബാക്കിയും കൂടെ വായിച്ചോ, കൂടെ ഉള്ളത് പിങ്ക്. Pisum sativum. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പൈസം സറ്റൈവം. ഓക്കെ, പൈസം സറ്റൈവം എന്ന് പറഞ്ഞു നോക്കിക്കുക എല്ലാവരും മക്കളെ. അതിന്റെ പൈസം സറ്റൈവം ആണ് കേട്ടോ പറയേണ്ടത്. ആ പൈസം സറ്റൈവം എന്താ? ഈ സാധനം കണ്ടിട്ടുണ്ട് എല്ലാവരും? കണ്ടിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് നമ്മൾ വീട്ടിൽ കറിയൊക്കെ വെക്കാൻ വാങ്ങാറുണ്ട് ചിലപ്പോൾ ഒക്കെ. കാർത്തികയോ? കാർത്തിക്. ഓക്കെ മക്കളെ, ഈ സാധനം കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചത് ദിസ് ഈസ് പൈസം സറ്റൈവം. ഈ ചെടിയിലാണ്, ഈ കായ ഉണ്ടായിരുന്ന ചെടിയിലാണ് എന്ത് അദ്ദേഹം പണ്ട് പുള്ളിയുടെ എക്സ്പെരിമെന്റ് അങ്ങ് നടത്തിയത്. ഓക്കെ, റീസൺ ഉണ്ട് നോക്ക്. ഹി സ്റ്റഡിഡ് 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്. കണ്ടാ, വെറുതെ അല്ല. അദ്ദേഹം ഈ ചെടിയിലേക്ക് നോക്കിയപ്പോൾ പുള്ളിക്ക് എന്ത് കാണാൻ പറ്റി? ഒരു പ്ലാന്റിൽ തന്നെ 7 പെയർ. മക്കളെ എന്ന് പറയുമ്പോൾ 7 പെയർ 14 നമ്പേഴ്സ് ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ 14 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ആ ഒരു പ്ലാന്റിനകത്ത് ഒബ്സർവ് ചെയ്തു. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് നോക്കാം, ഞാൻ കാണിച്ചിട്ട് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അദ്ദേഹം ഒരു പ്ലാന്റ് എടുത്തപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പീ പ്ലാന്റ് എടുത്തപ്പോൾ നമുക്ക് സീഡിന്റെ ഷേപ്പ്, റൗണ്ട് ഷേപ്പിൽ സീഡ് ഉണ്ടായിരുന്നു, റിങ്കിൾഡ് കുറച്ച് ചുളുങ്ങിയിരിക്കുന്ന സീഡ് ഉണ്ട്. 2 ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച്. ഈ ചെടിയിലാട്ടോ പുള്ളി നോക്കിയ ഗാർഡൻ പീ പ്ലാന്റുകളിൽ റൗണ്ട് ഷേപ്പിൽ സീഡ് ഉണ്ടായിരുന്നു, റിങ്കിൾഡ് ഇത്തിരി ചുളുങ്ങിയ ഷേപ്പിലുള്ള സീഡ്സ് ഉണ്ടായിരുന്നു. ഇനി സീഡിന്റെ കളർ നോക്കാന്ന് പുള്ളി കരുതി. കളർ നോക്കിയപ്പോൾ പുള്ളിക്ക് നോക്കിയപ്പോൾ ചിലതിനകത്ത് യെല്ലോ സീഡ് ഉണ്ട്, ചിലതിൽ ഗ്രീൻ സീഡ് ഉണ്ട്. കത്തിയോ ഡാറ്റ കാണിച്ചേ. സീഡിലും 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ പോഡിന്റെ ഷേപ്പ്. പോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? ഈ പയറൊക്കെ നമ്മളിങ്ങനെ തോലുരിക്കുമ്പോൾ ആ അകത്തുനിന്ന് പയറെടുത്തിട്ട് പുറമെയുള്ള തോലില്ലേ, നിങ്ങൾ പറിച്ചു കളയുന്ന തോലില്ലേ, അതിനെയാണ് പോഡെന്ന് പറയും. ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നുണ്ടോ ഈ സാധനം? ഇത് ബീൻസിന്റെ ഒക്കെ അതാണ് പോഡ്. പോഡിന്റെ ഷേപ്പ് എടുത്തപ്പോൾ നോക്ക്, ഫ്ലാറ്റ് ആയിട്ടുള്ളതും കോൺസ്ട്രിക്റ്റഡ്, നോക്ക് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ഉള്ളതും ഒരെണ്ണം പ്ലെയിൻ ആയിട്ടുള്ളതുമാണ് കാണണമെങ്കിൽ ഡാറ്റ കാണിച്ച്. ഒന്ന് ഫ്ലാറ്റ് ആയിരുന്നു, അടുത്തത് ഈ നമ്മുടെ എന്താ പറയുക കോൺസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ. നോക്കുക ഇവിടെ ഉണ്ട്, കണ്ടോ? ഇങ്ങനെ ഡിസൈൻ പോലെ കാണുന്നുണ്ട് എൻ്റെ മക്കള്, കണ്ടോ? ഇതുപോലെ ഡിസൈൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കോൺസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളതും കണ്ടിരുന്നു ഫ്ലാറ്റ് ആയിട്ട്. നോക്ക് ഇവിടെ കണ്ടോ, പ്ലെയിൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ളതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 2 2 ടോട്ടൽ 6 ആയേ. അടുത്തത് പുള്ളി വരുതി പോഡിന്റെ കളർ എടുത്ത് നോക്കാം. അപ്പോൾ നോക്കിയപ്പോൾ ചിലതിൽ ഗ്രീൻ കളർ പോഡുണ്ട്, ചിലതിൽ യെല്ലോ കളർ പോഡുണ്ട്. പുള്ളിക്ക് പിന്നെയും ഡൗട്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഫ്ലവർ എടുത്തപ്പോൾ പർപ്പിൾ ഫ്ലവർ ചില പ്ലാന്റിൽ, വേറെ ചില പ്ലാന്റിൽ വൈറ്റ് ഫ്ലവർ. എന്ത് കഷ്ടമാണ് നോക്കണേ. നമ്മളാണെങ്കിൽ തീർന്നില്ലേ, കൺഫ്യൂഷൻ അടിച്ചിട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോകൂലേ? ഇത്രയും കാണുമ്പോൾ തന്നെ നമ്മൾ പോകും. പക്ഷെ പുള്ളിയോ, അയാൾ പോയില്ല. നമുക്ക് പണി വെക്കണമല്ലോ. അതുകൊണ്ട് പുള്ളി അവിടെ തന്നെ നിന്നിട്ട് നോക്കൂ, ഫ്ലവറിന്റെ ലൊക്കേഷൻ എടുത്തു. ഫ്ലവറിന്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ചില ഫ്ലവേഴ്സ് അതിന്റെ ആക്സിൽ നോക്കി, ആക്സിസിൽ കണ്ടോ, ആക്സിസിലായിട്ട് ഫ്ലവർ നിൽക്കുന്ന കണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് പർപ്പിൾ ആക്സിസിൽ കണ്ടു. വേറെ ചിലത് ആ ബ്രാഞ്ചിന്റെ ടെർമിനൽ എൻഡിൽ കണ്ടു, കണ്ടോ, ടിപ്പിലായിട്ടും കണ്ടു. ആൻഡ് പ്ലാന്റിന്റെ സൈസിൽ ചിലത് ടോളും ചിലത് ഡ്വാർഫും, ഹൈറ്റ് കുറഞ്ഞതും ഹൈറ്റ് കൂടിയ ക്യാരക്ടറും കണ്ടു. ഇത്രയും ക്യാരക്ടേഴ്സ് ഒരു ടൈപ്പ് ചെടിയിൽ അദ്ദേഹം ഗാർഡനിൽ ഒബ്സർവ് ചെയ്തു. സോ 2 + 2 + 2 + 2 + 2 + 2 + 2 ടോട്ടൽ 14 ഉണ്ടോന്നൊന്ന് ശരിക്കും നോക്കിക്കേ. 7 പെയർ അല്ലെങ്കിൽ 14 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഡാറ്റ കാണിക്കാം. 7 പെയർ അല്ലെങ്കിൽ 14 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഡാറ്റ കാണിച്ചോ. ഇത്രയും ക്യാരക്ടേഴ്സ് ആ പ്ലാന്റിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്
മെന്റൽ എന്ത് ചെയ്തത്? ഇത് തന്നെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്തത്. കിട്ടിയോ? ക്ലിയർ ആയവർ മാത്രം ഒരു അടിപൊളി ടാറ്റ കാണിച്ച് നോക്കട്ടെ. സെറ്റ് ആണല്ലോ, മറന്നു പോകണ്ട. മെന്റലി ചൂസ് ചെയ്യാനുള്ള റീസൺ ആ പ്ലാന്റിൽ 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. 7 പെയർ അല്ലെങ്കിൽ 14 നമ്പർ ക്യാരക്ടേഴ്സ് കേട്ടോ. 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്നാണ് നമ്മൾ പറയുക സാധാരണ. അപ്പോൾ പുള്ളിക്കാരൻ കരുതി എന്നാ ഒരു കാര്യം ചെയ്തേക്കാം, ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണമല്ലോ, നമുക്ക് ആദ്യം ഒരു ക്യാരക്ടറിനെ എടുത്ത് എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് മെന്റൽ കരുതി. അപ്പോൾ മെന്റൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾ കരുതി ശരിക്കും ഇയാൾക്ക് മെന്റലാണോ അങ്ങനെ തോന്നുന്നു നമുക്ക്. ബിക്കോസ് നോക്ക്, അദ്ദേഹം ആദ്യം എടുത്തത് 2 പാരന്റൽ പ്ലാന്റ്, ഒരു ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും മെന്റൽ എടുത്തത്. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ച് കണ്ടോ. മെന്റൽ ആദ്യം ഒരു ഡ്വാർഫ് പ്ലാന്റിനെ എടുത്തു, ഒരു ടോൾ പ്ലാന്റിനെ എടുത്തു. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന അലീൽസ് സെറ്റ് ആണെങ്കിൽ മാത്രം എൻ്റെ മക്കൾ ടാറ്റ കാണിക്കുക. ക്യാപിറ്റൽ ടി ടോളിനും സ്മോൾ ടി ഡ്വാർഫിനും അത് സെറ്റ് ആണെങ്കിൽ മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ ടാറ്റ കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഒരു പ്രശ്നമുണ്ട്, നിങ്ങളത് അറിയുമെന്ന് എനിക്കറിയില്ല. 2 അലീലുകൾ ഒരുമിച്ച് വന്നാൽ ഇതിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാകണം. ഈ ഗ്യാമേറ്റുകൾ കൂടി ചേർന്നിട്ടല്ലേ കുട്ടികൾ ഉണ്ടാവുക. ആണെങ്കിൽ ടാറ്റ കാണിച്ച്. ഇവിടെ പ്ലാന്റിന്റെ അലീല് മൊത്തം കൊണ്ടിട്ട് കാര്യമില്ല, ഗ്യാമേറ്റിനെ കൊണ്ടായാൽ മതി. 2 അലീൽസും ഒരുപോലെ ആണെങ്കിൽ ഗ്യാമേറ്റ് എഴുതുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണത്തെ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്യുക കേട്ടോ. ഗ്യാമേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കൂ, ഈ ഗ്യാമേറ്റിൽ ഒരെണ്ണം മാത്രമാണോ വന്നിരിക്കണമെങ്കിൽ ടാറ്റ കാണിക്കുക. കണ്ടോ, അതൊരു കണ്ടീഷനാ, റൂളാണ്, പഠിച്ചു വെച്ചോളൂ. 2 അലീൽസ് ഒരുമിച്ച് വന്നിട്ട് അതിൽ നിന്ന് ഗ്യാമേറ്റ് എഴുതുമ്പോൾ ഒരെണ്ണത്തെ എഴുതാൻ പാടുള്ളൂ. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഒരു ഗ്യാമേറ്റ് എഴുതിയാൽ ചുമ്മാ ഗ്യാമേറ്റ് എഴുതി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഗ്യാമേറ്റിനെ റൗണ്ടിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയവർ മാത്രം ടാറ്റ കാണിച്ച്. 2 സെയിം അലീൽ വന്നാൽ അതിൽ ഒരെണ്ണത്തെ റെപ്രസെന്റ് ചെയ്താൽ മതി ഗ്യാമേറ്റിൽ. അത് റൗണ്ട് ഇട്ടിട്ട് മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെറ്റാണോ? സെറ്റാണെങ്കിൽ അടിപൊളി ടാറ്റ കാണിച്ചോ. അപ്പറേം സെയിം സാധനമാണ്. നോക്കുക, സ്മോൾ ടിയിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടായപ്പോൾ ആ സ്മോൾ ടിയിലെ ഒരു സ്മോൾ ടിയെ മാത്രം എടുത്ത് റൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ടാറ്റ കാണിക്കേണ്ട മക്കള്. ടാറ്റ കാണിച്ചേ. കണ്ടോ, ഗ്യാമേറ്റ് എഴുതിയത് വരെ ഓക്കെ ആണെങ്കിൽ കലക്കൻ ടാറ്റ. ഗ്യാമേറ്റ് എഴുതിയത് വരെ ഓക്കെ ആണെങ്കിൽ ഒരു അടിപൊളി ടാറ്റ കാണിച്ചോ. സെറ്റാണല്ലോ. അത് ഗ്യാമേറ്റ് എഴുതിയത് വരെ സെറ്റാണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്കുക, ഇത് F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ ആണ് കേട്ടോ. F1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നേ? ആണോ? ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. F1 ഫസ്റ്റ്, F2 സെക്കൻഡ് അല്ലേ? F2 സെക്കൻഡ് ആണെങ്കിൽ ടാറ്റ കാണിച്ച്. F2 സെക്കൻഡ് ആണെങ്കിൽ ഇനി നമ്മളിതാ ഈ ഫിഗറിൽ കിടന്ന് കറങ്ങിയാൽ അധികം നമുക്ക് സ്യൂട്ടബിൾ ആവില്ല. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പറഞ്ഞ സാധനങ്ങൾ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഒരു ടോൾ പ്ലാന്റിനെ എടുത്തു, ഒരു ഡ്വാർഫ് പ്ലാന്റിനെ എടുത്തു. ഇതുവരെ ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ച്. എനിക്ക് ഒരാൾ അലീല് പറഞ്ഞു തരും. മിസ്സെ വിളിച്ച് ഒരാളെ. ആരാ? സ്റ്റുവർട്ടെ പറഞ്ഞേടാ, 2ന്റെ അലീൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ എനിക്ക്. വേഗം പറയൂ. ടോളിൻ്റെത് പറയൂ. ഏത് ടി? ക്യാപിറ്റൽ ടി. ഇപ്പുറത്തോ? ഫൈൻ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോളൂ. ഗുഡ്. സ്റ്റുവർട്ട് പറഞ്ഞു തന്ന അലീൽസിൽ നിന്ന് ഗ്യാമേറ്റ് ഫോം ചെയ്യാണ് മക്കളെ. ഗ്യാമേറ്റ് ഫോം ചെയ്യാണ്. ആരാ എനിക്ക് ഗ്യാമേറ്റ് പറഞ്ഞുതരാം മിസ്? വേഗം വിളിച്ച്. കാർത്തികേ പറയടാ, ടോളിന്റെ അകത്തുനിന്ന് വരുന്ന ഗ്യാമേറ്റ് ഏതാണ്? രണ്ടും ഇവിടെ തന്നെ വരും. കിട്ടി അല്ലേ? ഗ്യാമേറ്റ് ആയോ? ഗ്യാമേറ്റ് ഒറ്റയ്ക്കാൻ നിൽക്കത്തുള്ളൂ. ഗ്യാമേറ്റ് എഴുതുമ്പോൾ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ റൗണ്ട് ഇട്ടില്ലെങ്കിൽ ആൻസർ പേപ്പറിൽ റൗണ്ട് തരും അവര്. കേട്ടോ? ഗ്യാമേറ്റ് ഉണ്ടായത് വരെ ഓക്കെ ആണ് മക്കൾ. എല്ലാവരും ഗ്യാമേറ്റ് ഉണ്ടായത് വരെ ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. അല്ലേ? ഗ്യാമേറ്റുകൾ തമ്മിൽ കൂടിച്ചേരുന്നു, F1 ജനറേഷൻ ഉണ്ടാകുന്നു. ആര് പറഞ്ഞു തരും F1 ജനറേഷനിൽ എന്തുണ്ടായി? ആര് പറയും F1 ജനറേഷനിൽ എന്തുണ്ടായി എന്ന്? ആര് പറഞ്ഞു തരും സാറിന്? ആരാണ് മിസ്സേ? അക്ഷര പറയടാ, F1 ജനറേഷനിൽ എന്തുണ്ടായി? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ടായി. ഇത് ടോളാണോ ഡ്വാർഫാണോ അതോ മീഡിയം ആണോ? കാരണം എന്താ?
ആ ക്യാപിറ്റൽ ടി ഡൊമിനന്റ് ആയതുകൊണ്ട് ആദ്യം വന്നു, അപ്പൊ അതിന് ടോളായി അല്ലേ? നിരഞ്ജൻ കേൾക്കുന്നുണ്ടോടാ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത നിരഞ്ജൻ, മിസ് ഒന്ന് ഓപ്ഷൻ കൊടുത്തവന്. കേൾക്കുന്നുണ്ടോ നിരഞ്ജൻ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? നിങ്ങളും കേട്ടതായിരുന്നു തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സെയിം ഒരു സാധനം ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരാളോടായിട്ടല്ല എല്ലാവരോടും പറയുന്നതാണ്. ബോർഡ് എക്സാമിൻ്റെ സമയമായി, ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ഇത് ഇപ്പോൾ ആ പറഞ്ഞ ആ ഒരു 5 minutes ആയിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക. ആ 5 minutes എന്ന് പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്കത് പ്രഷ്യസ് ആണ് അല്ലേ? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രഷ്യസ് ആണോ? ആണല്ലോ. ഒരു ചെറിയൊരു നിങ്ങൾക്ക് പ്രഷ്യസ് അല്ല അല്ലേ? കുറച്ച് ആളുകൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഒരു 2 മാസം തികച്ചുണ്ടാവില്ല, അപ്പൊ പ്രഷ്യസ് ആയിക്കോളും താനെ. ലാസ്റ്റ് മൊമെന്റിൽ ഓടുന്ന ഒരു ഓട്ടം ഉണ്ട്. ആ ഓട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത്. നമുക്ക് സമയം കളയണ്ട, അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടി, സന്തോഷമായി. F1 ജനറേഷൻ കിട്ടിയത് ഓക്കെ ആണെങ്കിൽ എൻ്റെ മക്കളെ ഡാറ്റ കാണിച്ചത് F1 ജനറേഷൻ കിട്ടി. F2 ജനറേഷൻ കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. F2 ജനറേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ നോക്കൂ. F2 is equal to F1 ജനറേഷൻ ക്രോസസ് വിത്ത് ദ സെയിം F1 ജനറേഷൻ. കാര്യം കത്തിയെങ്കിൽ ഡാറ്റ കാണിച്ചോ. സെക്കൻഡ് ജനറേഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ ആളെ തമ്മിൽ എന്ത് ചെയ്യണം? സെൽഫ് ക്രോസിംഗ് നടത്തണം. ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ക്രോസിംഗ് നടത്തണം. ഞാൻ ഇവിടെ എഴുതാം, ഡോണ്ട് ബി വറി, ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായത് അല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ഇയാളെ കൊണ്ട് ആരെ ക്രോസ് ചെയ്യിക്കണം? അയാളെ തന്നെ ക്രോസ് ചെയ്യിക്കണം. ക്യാപിറ്റൽ ടി സ്മോൾ ടി. കാര്യം കത്തിയൊരു ഡാറ്റ കാണിച്ച് F2 കിട്ടണമെങ്കിൽ F1 into F1 തന്നെ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ ഇൻഡിവിജ്വലിനെ അതേ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ സെയിം ആളെ കൊണ്ട് സെൽഫ് പോളിനേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് ക്രോസ് എന്ന് പറയാം. രണ്ട് ടേംസും അവിടെ സ്യൂട്ടബിൾ ആണ്. സെൽഫ് ക്രോസിംഗ് അല്ലെങ്കിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യാന്ന് പറയും നമ്മൾ. അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴാ അലീൽസ് ഡിഫറെന്റ് ആണ്. ശ്രദ്ധിച്ചേ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? രണ്ടിനെയും സെപ്പറേറ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കണം. കോൺസെപ്റ്റ് കത്തിയവർക്ക് ഡാറ്റ കാണിക്കാം കേട്ടോ. രണ്ടെണ്ണം ഡിഫറെന്റ് അലീൽസ് ആണെങ്കിൽ, സെയിം ആണെങ്കിൽ ഒന്നെടുത്താൽ മതിയായിരുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച് സെയിം ആണെങ്കിലേ ഒന്നിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ രണ്ടുപേരെയും ഗ്യാമേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. തൊട്ടടുത്ത സൈഡിലും അങ്ങനെ തന്നെയാണ്. ക്യാപിറ്റൽ ടിയെയും സ്മോൾ ടിയെയും സെപ്പറേറ്റ് ഗ്യാമേറ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ നല്ലൊരു കലക്കൻ ഡാറ്റ കാണിക്കാം. ഓക്കെ അല്ലേ? ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു, ദ റിസൾട്ട് വിൽ ബി ലൈക്ക്, നോക്ക്, ഈ ക്യാപിറ്റൽ ടിയെ ഈ ക്യാപിറ്റൽ ടിയുമായിട്ട് ക്രോസ് ചെയ്യുക, ഇതേ ക്യാപിറ്റൽ ടിയെ ഇപ്പുറത്തെ സ്മോൾ ടിയുമായിട്ട് ക്രോസ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? മിസ് ഒരാളെ വിളിച്ച് എനിക്ക് അതിന്റെ ആൻസർ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പവിത്ര പറയടാ, ഈ ക്യാപിറ്റൽ ടിയെ അപ്പുറത്തെ ക്യാപിറ്റൽ ടി ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പറയൂ മിസ്, മ്യൂട്ടായി പോയോ? പറയൂ. That will be tall ആണോ dwarf ആണോ? Tall. Next one no? Capital T, small t. That will be tall again. Then ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും കൂടെ വരുമ്പോഴോ? Capital T, small t. അതെന്നാ സ്മോൾ ടി ആദ്യം എഴുതാത്തെ? T is dominant. ഡോമിനന്റ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം റെപ്രസെന്റ് ചെയ്യണം. സോ ഇതും ടോൾ ആയിരിക്കത്തില്ലേ? സ്മോൾ ടി വരുമ്പോഴോ? ഡ്വാർഫ്. മക്കളെ റിസൾട്ട് കിട്ടിയെങ്കിൽ എൻ്റെ മക്കളെ ഡാറ്റ കാണിക്ക്. ദിസ് ഇസ് F2
F2 ജനറേഷൻ. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒരു കലക്കൻ ടാറ്റ കാണിക്കാം. സെറ്റ് അല്ലേ? മറന്നു പോകണ്ട, ഇതാണ് F2 ജനറേഷൻ കേട്ടോ. സെക്കൻഡ് ജനറേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഈ സെയിം സാധനം നമുക്ക് വേറൊരു മെത്തേഡിലൂടെയും ചെയ്യാം. അറിയാമോ? പന്നെറ്റ് സ്ക്വയറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പന്നെറ്റ് സ്ക്വയറിനെ പറ്റി കേട്ടിട്ടുള്ള മക്കളൊന്ന് ടാറ്റ കാണിച്ച്. കേട്ടിട്ടുണ്ട്? ഉണ്ട്. ദേ ഇവിടെ നോക്കിക്കോ, സെയിം സാധനം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഒരു സ്ക്വയർ ഞാൻ വരയ്ക്കുവാണ്. F1 ക്രോസസ് F1 ഞാൻ എന്താ ഈ പന്നെറ്റ് സ്ക്വയറിൽ വെച്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ഇവിടെ എഴുതുക, നെക്സ്റ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ഇവിടെ എഴുതുക. പന്നെറ്റ് സ്ക്വയറിൽ റെപ്രസെന്റ് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലാക്കി ടാറ്റ കാണിച്ചേ. ഫസ്റ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി മുകളിലും ദെൻ അടുത്തത് ഇവിടെ ലെഫ്റ്റിലും എഴുതുക. ഓക്കെ ആണോ? ടോപ്പില് ഹൊറിസോണ്ടലും ലെഫ്റ്റിൽ വെർട്ടിക്കലും എഴുതാമെങ്കിൽ ടാറ്റ കാണിക്കും. ഓക്കെ അല്ലേ? ദാ ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്ക്. ഈ മുകളിലെ ക്യാപിറ്റൽ ടി സൈഡിലെ ക്യാപിറ്റൽ ടി ഫസ്റ്റ് കോളം ഫിൽ ആണെങ്കിൽ ടാറ്റ കാണിച്ച്. ടോൾ ആയേ. ദെൻ ഈ ക്യാപിറ്റൽ ടി ഞാൻ ഈ ബോക്സിൽ എഴുതുന്നു, അതിന്റെ മുകളിലുള്ള സ്മോൾ ടി എഴുതുന്നു, ഇതും ടോൾ ആയേ. താഴെ അതുപോലെ മുകളിലെ ക്യാപിറ്റൽ ടി അകത്ത് എഴുതി, ഈ സൈഡിലുള്ള സ്മോൾ ടി എഴുതുന്നു, അഗെയിൻ ഇത് ടോൾ ആണ്. മുകളിലെ സ്മോൾ ടിയും ഈ ലെഫ്റ്റ് എൻഡിലെ സ്മോൾ ടിയും എഴുതുന്നു, ഇത് ഡ്വാർഫ് ആണ്. മക്കളെ F2 ജനറേഷനിൽ ഇവിടെ കിട്ടിയ സെയിം റിസൾട്ട് ആണോ താഴെയും കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ആണെങ്കിൽ ടാറ്റ കാണിച്ച്. എക്സാമിന് ചിലപ്പോൾ പന്നെറ്റ് സ്ക്വയർ വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയ മാർക്ക് കിട്ടത്തില്ല, ഇത് എഴുതണം. എഴുതാമെങ്കിൽ ടാറ്റ കാണിച്ച്. രണ്ട് രീതി നിങ്ങൾ എഴുതാൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് വിത്ത് പന്നെറ്റ് സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ക്ലിയർ ആയിട്ട് കിട്ടിയെങ്കിൽ കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കുക, ഒരു കിടിലൻ ടാറ്റ കാണിക്കാം കേട്ടോ. കഴിഞ്ഞു. ദിസ് ഈസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടി സാർ പറഞ്ഞോട്ടെ. ഇതിൽ എൻ്റെ മക്കള് ദാ ടോൾ പ്ലാന്റ് ഈസ് ടു ഡ്വാർഫ് പ്ലാന്റിന്റെ റേഷ്യോ എക്സാമിന് ചോദിക്കും. എത്ര ടോൾ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ? സാർ മിസ് വിളിച്ച ഒരാളെ വേഗം വിളിച്ചേ. ആ ഫാത്തിമ. രസമല്ല മിസ്, റസാൻ. റസാൻ അല്ലേ? അതെ മിസ്, ഫാത്തിമ രസം എന്നൊക്കെ പറയേണ്ട ഇവിടെ. ടോൾ ഈസ് ടു ഡ്വാർഫ് റേഷ്യോ അല്ലേ? എത്ര ടോൾ ഉണ്ട് ഫാത്തിമ? ഡ്വാർഫോ? 1. സോ പുറമേന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടത്? 3 ടോളും ഒരു ഡ്വാർഫും ആണ് ഉള്ളതെന്ന് അല്ലേ? അപ്പോ ഈ റേഷ്യോ എന്ത് റേഷ്യോ ആയിരിക്കും? പുറമേന്ന് നോക്കുമ്പോൾ കാണുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്നാ വിളിക്കുക? അപ്പൊ ഈ റേഷ്യോനെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് വിളിക്കുക കേട്ടോ. മക്കളെ കറക്റ്റ് കത്തിക്ക് ടാറ്റ കാണിച്ചേടാ. മൊത്തം നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ടോൾ ഉണ്ട്, ഒരു ഡ്വാർഫേ ഉള്ളൂ. 3:1 ആണ് റേഷ്യോ. സോ അതിനെ നമുക്ക് ഫീനോടൈപ്പിക്, പുറമേ നിന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടതുകൊണ്ട് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഇതിന്റെ ജീനിനകത്ത് നമ്മളിപ്പോ എങ്ങനെയാ ജീനോടൈപ്പിക് റേഷ്യോ കണ്ടുപിടിക്കുക? ജീനിന്റെ അകത്ത് കയറി നോക്കാൻ പറ്റുമോ മക്കളെ? ഈ താഴെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ജീനല്ലേ? ഈ ലെറ്റേഴ്സ് ഇട്ട് എഴുതിയേക്കുന്നതാണെങ്കിൽ ടാറ്റ കാണിച്ചേ. ആണല്ലോ, ആണെങ്കിൽ ടാറ്റ കാണിക്ക്. അപ്പം നമുക്ക് ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതാമല്ലോ. നോക്കിക്കേ, ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു സ്മോൾ ടി റേഷ്യോ എനിക്ക് ആര് പറഞ്ഞു തരും? റേഷ്യോ മിസ് വിളിച്ചേ. വരുണേ പറയടാ, റേഷ്യോ പറയടാ. ജീനോട്ടിപ്പിക് റേഷ്യോ നീ പറഞ്ഞ. കേൾക്കുന്നുണ്ട്. അത് ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ പറഞ്ഞേ. ഇവിടെ ഇതിന്റെ ബാക്കി 2:1. ക്യാപിറ്റൽ ടി എത്ര എണ്ണം ഉണ്ട്? ക്യാപിറ്റൽ ടി സ്മോൾ ടിയോ? സ്മോൾ ടിയോ? അപ്പോ ജീനോട്ടിപ്പിക് റേഷ്യോ എത്ര? 3:, മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. 3:1 എന്ന് പറയുന്നത് ഫീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 എന്ന് പറയുന്നത് ജീനോട്ടിപ്പിക് റേഷ്യോ ആണ്. രണ്ട് റേഷ്യോയും സെറ്റ് ആണെങ്കിൽ ഒരു കലക്കൻ ഡാറ്റ കാണിച്ചോ. മോണോ ഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞു, ഇതേ ചോദിക്കുള്ളൂ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ സെറ്റ് ആണ്, സംഭവം ഫിനിഷ്. ഓക്കെ അല്ലേ? മോണോ ഹൈബ്രിഡ് ക്രോസ് ഓക്കെ ആണെങ്കിൽ ഒരു കലക്കൻ ഡാറ്റ കാണിച്ചോ കേട്ടോ. ഇതിനകത്ത് സെയിം സാധനം കാണിച്ചിരിക്കുന്നത്. ടോൾ പ്ലാന്റിനെ ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. കിട്ടുന്നത് നോക്ക്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി. ഇതെല്ലാം F1 ജനറേഷൻ ആട്ടോ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, F1 കിട്ടുന്ന എല്ലാം ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. എന്റെ മക്കൾ ടാറ്റ കാണിക്കുക അല്ലേ? ശരിയല്ല? ആണെങ്കിൽ ടാറ്റ കാണിച്ചതേ. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി ക്രോസ് ചെയ്തു. എത്ര പ്ലാന്റ് F1 ഉണ്ടായാലും അവരെല്ലാവരും എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. സെറ്റ് ആണെങ്കിൽ തംസ് ഇട്ടോ. കണ്ടോ? ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോഴാണ് എന്ത് മാറുക? ആ ഒരു കോമ്പിനേഷൻ മാറി വരിക. ഇത് നമ്മൾ സെയിം പറഞ്ഞ കാര്യമാണ് കേട്ടോ. പി പ്ലാന്റിനെ എടുക്കുന്നു, ഒരു ടോൾ എടുത്തു, ഒരു ഡ്വാർഫ് എടുത്തു, അവരെ തമ്മിൽ ഗാമേറ്റ് കണ്ടുപിടിച്ചു, ക്രോസ് ചെയ്തു. നോക്ക് ഇവിടെ 1 മിനിറ്റ്.
നമ്മൾ പറഞ്ഞ മൊത്തം പ്രോസസ്സ് കഴിഞ്ഞിട്ട് എൻഡ് നമ്മളിതാ ഇവിടെയാ വന്ന് അവസാനിക്കുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി ആർ ഫിനോട്ടിപ്പിക്കലി ടോൾ പ്ലാന്റ്, സ്മോൾ ടി ഷോർട്ട് പ്ലാന്റ് ആണ്. അത് ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. മൊത്തം ഇങ്ങനെ ഭയങ്കര വലിച്ചു വാരി ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് സാറ് എഴുതിയത് അത്രേ ഉള്ളൂ. അത്രയും സാധനം മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ പന്നറ്റ് സ്ക്വയറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? പന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത് ഈ ഡെഫിനിഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട്, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ടൈപ്സ് ഓഫ് ഓഫ്സ്പ്രിങ്സ് ഇൻ എ ജനറ്റിക് ക്രോസ്. ഒരു ജീനിന്റെ ക്രോസ് നടത്തുമ്പോൾ അതിൽ മൊത്തം പോസിബിലിറ്റി എത്ര കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പന്നറ്റ് സ്ക്വയർ. ഓക്കെ ആണെങ്കിൽ ഡബിൾ തംസ് ഇട്ടേ സ്ക്രീനിൽ. ഓക്കെ അല്ലേ? പന്നറ്റ് സ്ക്വയർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ഫൈനൽ മൊത്തം പ്രോബബിലിറ്റി കിട്ടാനായിട്ട് കേട്ടോ. ഒരു പോസിബിൾ ജീനോടൈപ്പ് എത്ര കിട്ടും എന്നുള്ളത് നോക്കാനായിട്ട്. എക്സാമ്പിൾ ആയിട്ട് ഓൾറെഡി ഞാൻ ആ നേരത്തെ സെയിം സാധനം വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നോക്ക്, സെയിം പോലെ തന്നെ ഇരിക്കുന്നേ ആണെങ്കിൽ ഡാറ്റ കാണിച്ച് ചെയ്താൽ റൗണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ, ഓക്കെ മിസ്, ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇങ്ങനെ ഏത് ആൽഫബറ്റ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പന്നറ്റ് സ്ക്വയർ എഴുതാനായിട്ട് പറ്റും. ഇനി പന്നറ്റ് സ്ക്വയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തത് പഠിക്കാൻ വരുന്നത് മെൻഡലിന്റെ ലോസ് ആണ്. ലോസ് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? മതിയെങ്കിൽ ഡാറ്റ കാണിക്കേ. ലോ ഓഫ് ഡോമിനൻസ് ഉണ്ട്, ലോ ഓഫ് സെഗ്രിഗേഷൻ ഉണ്ട്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ 3 ലോസും ഡൈഹൈബ്രിഡ് ക്രോസും സെക്സ് ഡിറ്റർമിനേഷനും കൂടെ കഴിഞ്ഞ ചാപ്റ്റർ ഫിനിഷ് ആണ്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ വിൽ ബി ഫിനിഷ്ഡ്. ഓക്കെ, ഈ ചാപ്റ്ററും തീരും, പേടിക്കാനെന്നല്ല. ഞാൻ പറഞ്ഞില്ലേ 3 കണ്ടന്റ് ഇതിൽ പഠിക്കാനുള്ളൂ. അത് 3 മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. അത് 3 വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഡാറ്റ കാണിച്ചേ, ഒരു പ്രശ്നമില്ല കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പക്കാ സിമ്പിൾ ചാപ്റ്റർ ഇതാ. അപ്പോൾ നമുക്ക് ലോസ് മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ഇപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടാകും, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസിന്റെ എൻഡിൽ സാർ അത് ക്ലിയർ ചെയ്ത് തരാൻ പേടിക്കേണ്ട. ആൻഡ് മക്കൾ ഇപ്പോൾ എക്സാം ബുക്ക് എടുക്കുക, പാരന്റ്സിനെ വിളിച്ച് അടുത്തേക്ക് ഇരുത്താം. ആൻഡ് ഓൾ ഓഫ് യു ഗെറ്റ് റെഡി ഫോർ ദി എക്സാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്.